മഹാരാഷ്ട്രയിൽ ഒരു BJP മന്ത്രി നിതേഷ് റാണ കേരളത്തെപ്പറ്റി അങ്ങേയറ്റം പ്രകോപനമുണ്ടാക്കുന്ന വെറുപ്പും വിദ്വേഷവും നാറുന്ന വൃത്തികെട്ട വാക്കുകൾ പുറന്തള്ളിയിട്ട് ദിവസങ്ങളായി. മിനി പാകിസ്ഥാൻ എന്നാണ് BJP നേതാവിന്റെ കേരളത്തെപ്പറ്റിയുള്ള ധാരണ. വെളിവുകെട്ട വാക്ക്. രാജ്യത്തെ ഒരു സംസ്ഥാനത്തെപ്പറ്റി പറഞ്ഞ ഭരണഘടനാ വിരുദ്ധമായ രാജ്യദ്രോഹ പ്രസ്താവനയെ തള്ളി ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതിനെ നയിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളോ ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല. കേരളം എന്നൊരു സംസ്ഥാനത്തെ അങ്ങേയറ്റം ഭീകരവൽക്കരിച്ച് കാണിക്കാനുള്ള സംഘപരിവാർ പ്രൊജക്ട് തന്നെയാണോ റാണയുടെ പച്ചക്കള്ള പ്രസ്താവനയ്ക്കും പിന്നിൽ? CPM നേതാവ് A. വിജയരാഘവന്റെ വർഗീയ പ്രസ്താവനയ്ക്ക് റാണയ്ക്ക് ഊർജ്ജമായിട്ടുണ്ടോ? ഒരു സംസ്ഥാനത്തെ പാകിസ്ഥാനോട് ഉപമിച്ച ആ മന്ത്രിയെ പുറത്താക്കണ്ടേ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് ജയസൂര്യൻ, CP K നവാസ്, റജി ലൂക്കോസ്, ആനന്ദ് കൊച്ചുകൂടി എന്നിവർ ചർച്ചയിൽ ആദ്യം ഞാൻ ശ്രീ ജയസൂര്യനിലേക്ക് പോകുന്നു. ശ്രീ S. ജയസൂര്യൻ, ഇവിടെ അങ്ങേയറ്റം വിദ്വേഷം നിറഞ്ഞ, അങ്ങേയറ്റം അപരമത വിദ്വേഷം നിറഞ്ഞ, പച്ചക്കള്ളങ്ങൾ നിറഞ്ഞ, അവാസ്തവങ്ങൾ നിറഞ്ഞ ഒരു പ്രസ്താവന നടത്തിയത് ഏതെങ്കിലും സാധാരണക്കാരനല്ല, ഒരു സംസ്ഥാനത്തെ BJPയുടെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാണ്. ആ മന്ത്രി പറഞ്ഞത് കേരളം മിനി പാകിസ്ഥാനാണെന്ന നിലപാട് കേരളത്തിലെ BJPക്ക് ഉണ്ടോ ശ്രീ ജയസൂര്യൻ? ഇവിടെ ഇപ്പോൾ ഹാഷ്മി പറഞ്ഞ പോലെ അപരമത വിദ്വേഷം എന്താണെന്ന് വ്യക്തമല്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശരിയാണ്. കാരണം പാകിസ്ഥാനിൽ കാണുന്ന തീവ്രവാദ നിലപാടുകൾക്കെല്ലാം പാകിസ്ഥാനെ പോലെ തന്നെ പിന്തുണ കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പാകിസ്ഥാൻ ഏതൊക്കെ തരത്തിലുള്ള തീവ്രവാദത്തിനെ സ്വാഗതം ചെയ്യുന്നോ, പിന്തുണയ്ക്കുന്നോ, ആഘോഷമാക്കി മാറ്റുന്നോ, അതൊക്കെ തന്നെ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആ പരാമർശം കേരളത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിൽ കേരളത്തിൽ ആർക്കെങ്കിലും വിഷമം തോന്നുന്നുണ്ട് എങ്കിൽ ആ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുകയാണ് വേണ്ടത്. കേരളത്തിൽ ഏത് ഭീകര പ്രസ്ഥാനത്തിനും പിന്തുണ കിട്ടും. ലോകത്തെവിടെ ഭീകരവാദികൾ ബോംബ് പൊട്ടി മരിച്ചാലും അതിന് പിന്തുണയുമായിട്ട് ഇവിടെ മാധ്യമങ്ങൾ വരെ രംഗത്തിറങ്ങും. ഇവിടെ പ്രകടനങ്ങൾ നടത്തും, റാലികൾ നടത്തും. അങ്ങനെ അനുകൂലമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ, രാഷ്ട്രീയ അന്തരീക്ഷത്തെ ആ രീതിയിലാക്കി തീർത്തിട്ടുണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം. അതായത് ഇവിടുത്തെ LDFും UDFും ഇവിടുത്തെ മാധ്യമങ്ങളുമെല്ലാം അതിനെ മഹത്വവൽക്കരിക്കുമ്പോൾ കേരളം ഒരു മിനി പാകിസ്ഥാനാണ് എന്ന നാരായണ റാണയുടെ വെളിവുകെട്ട വാക്കുകൾ സംസ്ഥാന BJP സബ്സ്ക്രൈബ് ചെയ്യുകയാണ്. അങ്ങനെ തന്നെയാണ്, കേരളം മിനി പാകിസ്ഥാനാണ് അല്ലേ ജയസൂര്യൻ? വെളിവുകെട്ട എന്നുള്ളത് താങ്കളുടെയോ താങ്കളുടെ ചാനലിൻ്റെയോ അഭിപ്രായമായിരിക്കാം. ഞാനത് തിരുത്തുന്നു. വെളിവ് കെട്ടതല്ല, യാഥാർത്ഥ്യം, സത്യം അദ്ദേഹം പറഞ്ഞു. അത്ര മാത്രമേ ഉള്ളൂ. മിനി പാകിസ്ഥാനിൽ പ്രവർത്തിക്കാൻ ഒരു BJPക്ക് നാണമുണ്ടോ ജയസൂര്യൻ? വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ശരി, അപ്പൊ സംസ്ഥാന BJP പറയുകയാണ് ഇത് മിനി പാകിസ്ഥാൻ. സംസ്ഥാന BJP സ്ഥിരീകരിക്കുന്നു. ഈ പറഞ്ഞ റാണയ്ക്ക് പൂർണ്ണ പിന്തുണ സംസ്ഥാന BJP നൽകുകയാണ്. അത് ജയസൂര്യൻ എന്ന് പറയുമ്പോൾ സംസ്ഥാന നേതാവാണ്. സ്വാഭാവികമായിട്ടും സംസ്ഥാന BJP ആ നിലപാടിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. കേരളം മിനി പാകിസ്ഥാനാണെന്ന് കേരളത്തിലെ BJP പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശത്രുരാഷ്ട്രമല്ലേ BJP, പാകിസ്ഥാൻ ആണ് ശ്രീ ജയസൂര്യൻ. അപ്പോൾ കേരളം ശത്രുരാഷ്ട്രത്തോട് തുല്യമാണ് എന്ന BJP നിലപാട് താങ്കൾക്കുമുണ്ട്. അങ്ങനെ ശത്രുരാഷ്ട്രത്തോട് തുല്യമായ ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ സംഘടന എന്നുള്ള നിലയ്ക്ക് BJPക്ക് ഉളുപ്പുണ്ടോ ജയസൂര്യൻ? അതിന് ഉളുപ്പല്ല വേണ്ടത്, അഭിമാനമാണ് വേണ്ടത്. കാരണം ശത്രു രാജ്യത്തിന് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുള്ള കേരളത്തിൽ പ്രവർത്തിച്ച് അതിനെ മാറ്റിയെടുക്കാനുള്ള നിശ്ചയദാർഢ്യം BJPക്ക് ഉള്ളത് കൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഉളുപ്പല്ല, ആത്മാഭിമാനവും ആത്മവിശ്വാസവുമാണുള്ളത്. അവിടെ ഉളുപ്പിന്റെ ആവശ്യമില്ല. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ആ തീവ്രവാദ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യക്കാരാണ്. നമ്മുടെ കാലാകാലങ്ങളിൽ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന, നമ്മുടെ സൈനികരെ കൊന്നൊടുക്കുന്ന, നമ്മുടെ അതിർത്തികളിൽ നിരന്തരം സംഘർഷം ഉണ്ടാക്കുന്ന ഒരു നമ്മൾ ശത്രുരാജ്യം എന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടിയും അങ്ങനെ ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ അല്ലേ ശ്രീ ജയസൂര്യൻ? ഇന്ത്യക്കകത്തുള്ള ഒരു സംസ്ഥാനത്തെ ആ ശത്രുരാജ്യമായി കമ്പയർ ചെയ്യുന്ന നിലപാടിനോട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, കേരളത്തിൽ പ്രവർത്തിക്കുന്ന BJP യോജിക്കുകയാണ് അല്ലേ ജയസൂര്യൻ? എങ്ങനെ യോജിക്കാതിരിക്കും? ഈ കേരളം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ഉള്ള പാകിസ്ഥാൻ അനുകൂലികളെ പോലെ തന്നെ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടുകൾ എടുക്കുന്ന, പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭീകരവാദ നിലപാടുകൾക്ക് പിന്തുണ കൊടുക്കുന്ന എത്രയേറെ സംഘടനകളാണ് ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. കൊടുത്തിട്ടില്ലേ? അതായത് PFI ഉണ്ട്, SDPI ഉണ്ട്. സുരേഷ് ഗോപി മിനി പാകിസ്ഥാൻ PFI ഉണ്ട്, SDPI ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, INL ഉണ്ട്, വെൽഫെയർ പാർട്ടി ഉണ്ട്, സിമി വരെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ ഭീകര പ്രസ്ഥാനങ്ങളും പാകിസ്ഥാൻ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. ജയസൂര്യൻ, സുരേഷ് ഗോപി മിനി പാകിസ്ഥാനിൽ ഒരു MP ആണോ?
സുരേഷ് ഗോപി മാത്രമല്ലല്ലോ, 29 എം പിമാർ ഈ മിനി പാകിസ്ഥാനകത്തുണ്ട്. 29 എം പിമാര്, 20 പേര് ലോക്സഭയിലും 9 പേര് രാജ്യസഭയിലും. അപ്പൊ സുരേഷ് ഗോപി ഈ മിനി പാകിസ്ഥാനിൽ നിന്ന് പോയിരിക്കുകയാണ്. എന്താ ചെയ്യുന്നത്? അപ്പൊ തിരുത്തണ്ടേ? ബി ജെ പിയുടെ ഒരു എം പി മിനി പാകിസ്ഥാനിൽ ബി ജെ പിക്ക് ഒരു എം പി ശ്രീ ജയസൂര്യൻ, താങ്കൾ പറയുന്നതിന്റെ ഗുരുതരാവസ്ഥ താങ്കൾക്ക് മനസ്സിലായിട്ടാണോ താങ്കൾ പറയുന്നത്? അപ്പൊ ബി ജെ പിയുടെ ഒരു എം പി മിനി പാകിസ്ഥാനിലെ ഒരു എം പി ആണ് സുരേഷ് ഗോപി എന്ന് താങ്കൾ അഭിമാനത്തോടെ പറയുകയാണ്. സുരേഷ് ഗോപി മിനി എന്ന് കൊടുക്കോ? ഒരു ബ്രേക്ക് കൊടുക്കോ? ഒരു ബ്രേക്ക് കൊടുക്കോ? അതായത് സുരേഷ് ബി ജെ പി എം പി സുരേഷ് ഗോപി മിനി പാകിസ്ഥാനിലെ എം പി ആണെന്ന് ബി ജെ പി നേതാവ് എസ് ജയസൂര്യൻ കൊടുക്കോ? അത് ബ്രേക്ക് കൊടുക്കേണ്ട വലിയ വാർത്തയാണ്. അങ്ങനെ കൊടുക്കരുത്. ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങ് വളച്ചൊടിക്കാതെ ഹാഷ്മി, ഭംഗിയായിട്ട് മലയാളം പറയാൻ എനിക്കറിയാം. അങ്ങനെ അങ്ങ് വളച്ചൊടിക്കാതെ 29 എം പിമാർ, ഈ കേരളത്തിലെ 29 എം പിമാർ മിനി പാകിസ്ഥാനിലെ എം പിമാരാണ്. കേരളത്തിലെ 29 എം പിമാർ മിനി പാകിസ്ഥാനിലെ എം പിമാരാണ്. കൊടുക്ക്. ഓക്കെ, അപ്പോ കേരളത്തിലെ 20 എം പിമാർ, അപ്പൊ കെ സുരേന്ദ്രൻ അധ്യക്ഷനായ ബി ജെ പി പ്രവർത്തിക്കുന്നത് മിനി പാകിസ്ഥാനിലാണ്. കൊടുക്ക്. അപ്പൊ കെ സുരേന്ദ്രൻ അധ്യക്ഷനായ സംസ്ഥാന ബി ജെ പി പ്രവർത്തിക്കുന്നത് മിനി പാകിസ്ഥാനിലാണ്. ഓക്കെ, ഡൺ. ഓക്കെ, അപ്പൊ പി കെ നവാസ് വ്യക്തമായില്ലേ? മിനി പാകിസ്ഥാനായിട്ടുള്ള കേരളത്തിൽ തന്നെയാണ്. ഓക്കെ, ഡൺ. ശ്രീ പി കെ നവാസ്, അപ്പൊ വ്യക്തമായില്ലേ? അത് ഏതെങ്കിലും നാരായണ റാണെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാം. നാരായണ റാണെ ഈ പറയുന്ന വർഗീയത തുപ്പാൻ ഒരു മടിയില്ലാത്ത ആളാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം എന്തോ പള്ളിയിൽ കയറി മുസ്ലിങ്ങളെ ഹൺഡൗൺ ചെയ്യും, ഓരോരുത്തരെ ചുൻ എന്നൊക്കെ ഇത് ഹൺഡൗൺ ചെയ്തിടും എന്ന് പറഞ്ഞ ആളാണ്. അതിൻ്റെ പേര് കേസുണ്ട്. 1046 FIR ഉണ്ട്. ഈ വർഷം മാത്രം 12ഓളം FIR അയാളുടെ പേരിലുണ്ട്. വർഗീയത പച്ചയ്ക്ക് പറയാൻ ഒരു മടിയില്ലാത്തൊരു വർഗീയവാദിയാണ് ഈ പറഞ്ഞ റാണെ. അപ്പം ഞാൻ കരുതിയത് സംസ്ഥാന ബി ജെ പിക്ക് അതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ പേരെങ്കിലും തള്ളിപ്പറയും, രാജീവ് ചന്ദ്രശേഖരൻ ചെയ്ത പോലെ. പക്ഷേ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവ് എസ് ജയസൂര്യന് യാതൊരു സംശയമില്ല, നമ്മൾ ജീവിക്കുന്നത് മിനി പാകിസ്ഥാനിലാണ് എന്ന് ബി ജെ പിക്ക് സംശയമില്ല. എനിക്ക് ഞാൻ ഇന്ത്യയിലാണെന്ന കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവുമില്ല. ഞാൻ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. പാകിസ്ഥാനിൻ്റെ അയൽ രാജ്യമാണ്, എൻ്റെ രാജ്യം ശത്രുരാജ്യം എന്ന് കരുതപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഞാൻ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്, പക്ഷേ ജയസൂര്യൻ ജീവിക്കുന്നത് മിനി പാകിസ്ഥാനിലാണ്. ആരാണ്? പി കെ നവാസ്. ഹാഷ്മി, ഞാൻ വിചാരിച്ചത് ഒരു മലയാളി എന്ന രൂപത്തിൽ ബി ജെ പിക്കാരനാണെങ്കിൽ മലയാളിക്കൊരു മിനിമം ഒരു ഉളുപ്പും ഒരു അന്തസ്സൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഉളുപ്പും അന്തസ്സുമൊക്കെ കാത്തു സൂക്ഷിച്ചായിരിക്കും മലയാളികളുടെ ഒരു സംസ്കാരം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശ്രീ ജയസൂര്യ ബി ജെ പിയുടെ ഒരു മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ എന്ത് തരം താഴ്ന്ന രൂപത്തിലും സംസാരിക്കാം എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് നിങ്ങളെ 24-ലൂടെ ഞാൻ ഇപ്പോൾ കേട്ടത്. നിതീഷ് റാണ എന്ന് പറയുന്ന അങ്ങേയറ്റം വർഗീയത സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾ പറഞ്ഞ ഈ പരാമർശത്തെ മാത്രമല്ല, ഇതിന് മുമ്പ് അദ്ദേഹം നടത്തിയ പല പരാമർശങ്ങളും ഇവിടെ നിങ്ങൾ കോട്ട് ചെയ്യുകയുണ്ടായി. ആ പരാമർശങ്ങളൊക്കെ ഒരു വർഗീയവാദിയുടെ നാവിൽ നിന്ന് വരുന്നതാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ ഈ അവസാനം വന്ന പരാമർശം അത് ഒന്ന് തള്ളിപ്പറയും കേരള ബി ജെ പി എന്ന് നമ്മൾ വിചാരിച്ചത്. കാരണം നമ്മുടെ നാടാണല്ലോ ഈ മണ്ണ്, നമ്മൾ ജീവിക്കുന്ന മണ്ണ്, നമ്മൾ അന്നം തരുന്ന മണ്ണ്. ഈ മണ്ണിനെ തള്ളിപ്പറയുമ്പോൾ ആരായാലും ഈ മണ്ണ് മിനി പാകിസ്ഥാനാണെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പ്രതികരിച്ചു പോകില്ലേ? ഇത് ഭരണഘടനാ വിരുദ്ധമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ, ശരി ബി ജെ പിക്കാർ അങ്ങനെ കണ്ടോട്ടെ, ബി ജെ പിക്കാർ കേരളത്തെ ഇന്ത്യയിലുള്ള സംസ്ഥാനമായി കാണണ്ട, ബി ജെ പിക്കാർ കണ്ടില്ലെങ്കിൽ അങ്ങനെ ആവാതിരിക്കില്ലോ നവാസ്. കേരളം ഇന്ത്യയിൽപ്പെട്ട സംസ്ഥാനങ്ങൾ ഒന്നല്ലേ? അപ്പൊ ആ ഇന്ത്യയിൽപ്പെട്ട ഒരു സംസ്ഥാനത്തെ മിനി പാകിസ്ഥാൻ എന്ന ഉളുപ്പില്ലാതെ വന്നിരുന്ന് ചർച്ചയിൽ പറയാനും മാത്രം ബി ജെ പി നേതാവിന് ആർജവുണ്ട്. അതെങ്ങനെ വരുന്നതാണ് ആർജവം? അല്ല, ഞാൻ പറയുന്നത് ശ്രീ ആഷ്മി, അവർക്ക് അങ്ങനെ പറയാൻ എന്ത് അവകാശമാണ് ഉള്ളത്? കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ കേരളം മിനി പാകിസ്ഥാനാണെന്ന് പറഞ്ഞ് ഈ നാട് വിട്ടു പോകണം അവർ. അങ്ങനെയാണ് അവർ പറയേണ്ടത്. ഈ നാട്ടിൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നു, ആ മന്ത്രി നിതീഷ് റാണ എന്ന് പറയുന്ന അവിടുത്തെ തുറമുഖ മന്ത്രി പറഞ്ഞ വാദം ശരിയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? മൈക്ക് കിട്ടിയെന്ന് കരുതി എന്ത് വിഡ്ഢിത്തമെന്ന് പറയാറാണോ? ഈ നാടിനെ കുറിച്ച് അങ്ങനെ പറയാൻ, പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന നാടാണ് കേരളം എന്ന് പറയാൻ എന്ത് ഡോക്യുമെന്റ് ആണ് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്? ഇദ്ദേഹത്തിന്റെ പാർട്ടിയാണല്ലോ നാട് ഭരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് നിങ്ങളുടെ കയ്യിലാണല്ലോ, പ്രതിരോധ വകുപ്പ് നിങ്ങളുടെ കയ്യിലാണല്ലോ. ഈ രാജ്യവുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. കേരളത്തിൽ നിന്ന് ഈ പറയുന്ന പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട അവിടുത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിക്കുന്നു എന്ന് പറയുന്ന എന്ത് ഇൻസിഡന്റാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഏത് കേസാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്? വെറുതെ വന്ന് പറയാ ആഷ്മി, വായ തോന്നിയത് വിളിച്ചു പറയാം. അല്ലെങ്കിൽ പിന്നെ വെറുതെ അല്ലേ പറഞ്ഞു? ഈ നാരായണ റാണെ, ഒറ്റ മിനിറ്റ്, നാരായണ റാണയുടെ ഒരു പ്രതി രണ്ടാമത്തെ പേര് ഒന്ന് പ്ലേ ചെയ്യോ? സോറി അച്ഛൻ നാരായണ റാണെ, നീ രണ്ടാമത്തെ പേര് ഒന്ന് പ്ലേ ചെയ്യോ? എന്താണ് നമ്മൾ റാണെ പറയുന്ന എന്താണ് പാകിസ്ഥാനും ഇന്ത്യ കേരളത്തെ കമ്പയർ ചെയ്യുന്ന പോയിട്ടുണ്ട്, ഒന്ന് പ്ലേ ചെയ്യോ? The Hindus treated in Pakistan. They are either asked to convert or they are killed. Look at the numbers that are decreasing of Hindus in Pakistan, which are minorities in Pakistan, but how they are treated. If the same
treatment is given to the Hindus in our very own Kerala, in our very own country. So obviously there is going to be a comparison there. We need this thing to be stopped. We need Hindus to be protected in Kerala. We need Hindus to be, given power in Kerala. And that is what I was comparing them with the situation in Pakistan. And that is അയാൾ what I'm പറയുന്നത് trying to state. അയാൾ പറയുന്നത് പാകിസ്ഥാനിലെ അതേ അവസ്ഥയാണ് ഇവിടെ എന്നാണ് പറയുന്നത്. ഇവിടെ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്നു, ഇവിടെ ഹിന്ദുക്കൾ കൂട്ടത്തോടെ മതപരിവർത്തനം ചെയ്തു. എന്തെങ്കിലും കണക്കിന്റെ അടിസ്ഥാനത്തിലാണോ? വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുമ്പോൾ വായി തോന്നുന്നത് റാണയ്ക്ക് പാട്ട് എന്ന പാട്ടിൽ അയാൾ പറയുകയാണ്. അയാൾ പറയുന്നതിന് അയാൾക്ക് ഇത്രയും നാളും അയാൾ പറഞ്ഞത് ഒന്നിനും അയാൾക്ക് യാതൊരു ആധികാരിക ഡേറ്റയില്ല. അതിങ്ങനെ കള്ളം പുലമ്പുന്ന പോലെ പുലമ്പിക്കൊണ്ടേ ഇരിക്കുക. ഇവിടെ ജയസൂര്യനെ പോലെയുള്ളവർ അത് ഏറ്റുപിടിക്കും. അത് റാണയ്ക്ക് ഉറപ്പുണ്ടെന്നേ. അത് സംഘപരിവാർ ബുദ്ധി കേന്ദ്രങ്ങൾക്ക് ഉറപ്പുണ്ട്. ആശ്മി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ഈ ബി ജെ പിയുടെ നേതാവ് പറഞ്ഞതിന് ഇപ്പോൾ ജയസൂര്യ പറഞ്ഞതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മലയാളക്കരയിലെ ബി ജെ പിയുടെ മെമ്പർമാർ പോലും അത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചൊരു നിലപാടാണ് ജയസൂര്യ ഉൾപ്പെടെ പറയുന്നത്. അത് മാറ്റി നിർത്തപ്പെടാം. ഇദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. എനിക്കതാണ് ഏറെ കൗതുകമായി തോന്നിയത്. അതിന് കാരണം എന്താണ്? കേരളം കുട്ടി പാകിസ്ഥാനാണ് എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം എന്താണ്? എന്താ ആശ്മി അതിന് കാരണമായി പറയുന്നത്? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചു വന്ന വയനാട്ടിൽ തീവ്രവാദികളുടെ വോട്ടുമായി വന്നിട്ടാണ് അവർ ജയിച്ചു വന്നത്. അതിന് തെളിവായി അദ്ദേഹം കണ്ടെത്തിയൊരു കാര്യമാണ്. കേരളം ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് ഈ പറയുന്ന പരാമർശം കേരളത്തിൽ ആദ്യം നടത്തിയത് ആരാണ്? അവർ ഈ ചർച്ചയിൽ ഇരിക്കുന്നുണ്ട്. അവർക്ക് മറുപടി പറയണം ഈ വിഷയത്തിൽ. അവരാണ് ഇവർക്ക് ആയുധം കൊടുത്തത്. വടി കൊടുത്തത് CPM ആണ്. അത് മാത്രമാണ് നവാസ് അതിനെ ആ വഴിക്ക് ഡൈവേർട്ട് ചെയ്യരുതെന്നാണ് എന്റെ അഭ്യർത്ഥന. വിജയരാഘവൻ പറഞ്ഞു ശരിയാണ്. ഞാൻ പറഞ്ഞു വിജയരാഘവൻ പറയുന്നതിനെയും ഈ റാണയെ പോലെ അടിമുടി എന്താണ് നഖം മുതൽ മുടി വരെ കൊടിയ വർഗീയവാദിയായ മുസ്ലിം വിരോധിയായ ഒരാൾ പറയുന്നതിന് ഒരുമിച്ച് ഒരുപോലെ കാണാവോ? ശ്രീ പി കെ നവാസ്, റാണയുടെ അത്ര പ്രസ്താവന ഞാൻ കേൾപ്പിക്കാവുന്ന അദ്ദേഹത്തെ നയിക്കുന്ന വികാരം ഈ പറഞ്ഞ അപരമത വിദ്വേഷം മാത്രമാണ് നയിക്കുന്ന വികാരം. അദ്ദേഹത്തെയും അയാളെയും വിജയരാഘവൻ പറഞ്ഞു തെറ്റാണത്. അത് പക്ഷേ CPM-ന്റെ ഒരു അടവ് നയ രാഷ്ട്രീയം എന്നൊക്കെ ഇപ്പോൾ CPM-നെയും ഇയാളുടെ പാർട്ടിയെ തമ്മിൽ കമ്പയർ ചെയ്യാവോ നവാസ്? ഒരിക്കലുമല്ല, ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ആശ്മിയുടെ സന്മനസ്സിന് ഞാൻ നന്ദി പറയാണ്. ഈ റാണ എന്ന് പറയുന്ന നിതീഷ് റാണ എന്ന് പറയുന്ന മനുഷ്യനെയോ BJP-യോ മുഖവിലേക്ക് എടുത്തു പോകേണ്ട കാര്യം എത്ര കാലമായി അവരിത് പറയുന്നേ. കേരളത്തെക്കുറിച്ച് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേരളത്തെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് ഓർമ്മയില്ലേ? ജമ്മു കാശ്മീരിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ജമ്മു കാശ്മീരും കേരളവും അപകടകരമായ രൂപത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിലില്ലേ? എന്തിനേറെ തൊട്ടപ്പുറത്തെ കർണാടക തിരഞ്ഞെടുപ്പിൽ വന്നിട്ട് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞ് നമ്മുടെ മുമ്പിലില്ലേ? അതുകൊണ്ട് റാണ പറഞ്ഞു വന്നത് അതിലേറ്റവും ചെറിയ നേതാവാണ്. ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ സംഭവമായിട്ടോ ഗൗരവമായിട്ടോ നമ്മളാരും എടുക്കുന്നില്ല. പക്ഷേ ജയസൂര്യ പോലുള്ള മലയാളിയായ BJP നേതാക്കന്മാർ ഇത് ആവർത്തിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ നാണക്കേടാണ്, മ്ലേച്ഛമാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ കൂടി വ്യക്തമാക്കട്ടെ. അല്ല, BJP സംസ്ഥാന അധ്യക്ഷൻ കൂടി വ്യക്തമാക്കണം. BJP-യുടെ ഉറപ്പായും ജയസൂര്യൻ BJP-യുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. പ്രധാനപ്പെട്ട നേതാവ് പറയുന്നത് BJP-യുടെ നിലപാട് തന്നെയാണ്. കേരളം എന്നത് മിനി പാകിസ്ഥാനാണ് എന്ന BJP സംസ്ഥാന നേതൃത്വത്തിന് കുറച്ച് നിലപാടുണ്ടെങ്കിൽ അത് തുറന്നു പറയട്ടെ, മിണ്ടാതിരിക്കാതെ. ഞാൻ റജി ലൂക്കോസിലേക്ക് എത്തും മുമ്പ് ഈ നിതീഷിന്റെ ഞാൻ എത്താം നവാസ്. ഈ നിതീഷ് ഞാൻ എത്താം. ഈ റാണയുടെ മറ്റു പ്രതികരണം പ്ലേ ആവും ആദ്യം കെട്ടിയത്. If you see the road shows that Priyanka Gandhi ji, if you see the road shows that Rahul Gandhi ji held during their elections and their by-elections, what kind of flags were around them? Were they only Indian flags? Were they only flags representing Congress party? റജി ലൂക്കോസ്, ഇവിടെ ഈ റാണെ പറയുന്നത് നോക്കൂ, പ്രിയങ്ക ഗാന്ധിയുടെ റാലികളിലേക്ക് നോക്കൂ. അവിടെ ഉയർന്നിരിക്കുന്ന കൊടികൾ ഇന്ത്യയുടെ കൊടികൾ മാത്രമാണോ? കോൺഗ്രസിന്റെ കൊടികൾ മാത്രമാണോ? തീവ്രവാദ ശക്തികളുടെ കൊടികൾ അതിലില്ലേ? അതിൻ്റെ ചുറ്റും കൂടിയത് ആരാണ്? എൻ്റെയും നിന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നല്ലോ എന്ന് പറയപ്പെടുന്ന ഒരു ശബ്ദം നമ്മൾ നേരത്തെ കേട്ടായിരുന്നു, വിജയരാഘവന്റെ ശബ്ദം. റജി ലൂക്കോസ്. ആശ്മീരിക്ക് ആദ്യം പറയാനുള്ളത്, എൻ്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട ജയസൂര്യ ഒരു മലയാളിയാണോ എന്നുള്ളത് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ വേദനയോടെ പറയട്ടെ, എനിക്ക് സത്യം പറയണമെന്നുണ്ടെങ്കിൽ വിഷമം തോന്നുന്നു. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംസാരം? പറയുന്ന നിതീഷ് റാണ എന്ന് പറയുന്ന രാജ്യദ്രോഹിയെ, സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ ഒരു നീചനായിട്ടുള്ള ഒരു വൃത്തികെട്ട മനുഷ്യനെ, അയാൾ മന്ത്രിസ്ഥാനത്താണെങ്കിലും കേരളീയരെ മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച അയാളെ എങ്ങനെ ഒരു കേരളത്തിൽ നിന്ന് ജനിച്ചു വളർന്ന പ്രിയപ്പെട്ട സുഹൃത്തിന് ഇത് വാവന്നു? അപ്പോൾ അദ്ദേഹത്തിന് കൺട്രോൾ പോയെന്നൊരു സംശയമുണ്ട്. അദ്ദേഹം മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ കേരളം എന്ന് പറയുന്നത് വിദ്യാസമ്പന്നരുടെ നാടാണ്. കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇന്ത്യൻ ആർമിയിലുണ്ട്. നമ്മുടെ ജവാന്മാരിൽ പോലും മുതൽ ഉയർന്ന തസ്തികയിലുള്ള നിരവധി ആളുകൾ ഇന്ത്യൻ ആർമിയിലുണ്ട്. ഇന്ത്യൻ ആർമിയിൽ എല്ലാ വിഭാഗത്തിലുണ്ട്. അവരിൽപ്പെട്ടവരെല്ലാം നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവർ മാത്രമാണോ? നിങ്ങൾ മറുപടി പറയണം. അവരുടെ ആത്മവീര്യത്തെ കൂടെയല്ലേ നിങ്ങളിവിടെ തകർത്തിരിക്കുന്നത്? നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ വിവരം കെട്ട ഒരു മന്ത്രി ഈ വിവരം പറഞ്ഞപ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ 29 MP-മാരും
ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയത് ഈ നാട്ടിൽ നിന്നാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ എം പിക്ക് കിട്ടിയ വോട്ട് എവിടുന്ന? ചാവക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളുടെ എം പിയെ പിന്തുണച്ചതാരാ? നിങ്ങൾ ഇതുപോലെ അടച്ചാക്ഷേപിക്കുക ഒരു സമൂഹത്തിനെ. നിങ്ങൾ ശരിക്കും അല്ല, ജയസൂരിന് സംശയമില്ല. സുരേഷ് ഗോപി മിനി പാകിസ്ഥാനിലെ എം പി ആണെന്ന് ചോദിച്ചാൽ ജയസൂരിന് ആണ് എന്ന് പറയാൻ സംശയമുണ്ടോ? സുരേഷ് ഗോപി മാത്രമല്ല 29 എം പിമാരും മിനി പാകിസ്ഥാനിലെ എം പിമാരാണ് എന്ന് പറയാൻ എന്തെങ്കിലും സംശയമില്ലോ? ഇതിൽ ഒളിച്ചു മറച്ചു വെക്കാനല്ലോ പറയുന്നത് ശ്രീ ജയസൂര്യൻ. വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അല്ല, കേരളത്തിലെ ബി ജെ പിയുടെ ഘടകം ഔദ്യോഗിക ഘടകം ഔദ്യോഗികമായിട്ട് തന്നെ ഇത് പ്രസ്താവിക്കണം. ജയസൂര്യ പറഞ്ഞത് ശരിയാണ് തെറ്റാന്നുള്ളത്. എനിക്ക് വളരെ റെസ്പെക്ട് ഉള്ള ആളാണ് ജയസൂര്യ, എൻ്റെ നല്ല സുഹൃത്തുവാ. എന്നെ വല്ലാതെ ഭയപ്പെടുത്തി കഴിഞ്ഞ് ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്ത് പ്രയോഗങ്ങൾ നടത്തിയത്? ഉത്തരേന്ത്യ നിങ്ങളുടെ പ്രധാനമന്ത്രി, ഉത്തരേന്ത്യ മാത്രമല്ല ഒറീസയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും കർണാടകയിലും നിങ്ങളുടെ പ്രധാനമന്ത്രി റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞു കേരളത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് എടുത്തൊരു സിനിമയെ പൂഴ്ത്തി പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് തെക്കോട്ട് നോക്കേ, അതിന്റെ ആസ്ഥാനം എന്താന്ന് പറഞ്ഞു. 32,000 കേരളത്തിലെ ചെറുപ്പക്കാർ 32,000 ആളുകൾ കേരളത്തിൽ നിന്ന് IS ചേർന്നെന്നും പറഞ്ഞുകൊണ്ട് കള്ളക്കഥ പ്രചരിപ്പിച്ച ഒരു സിനിമയെ നിങ്ങൾ മുച്ചൂട് നിങ്ങൾ അതിനെ ആലിംഗനം ചെയ്തുകൊണ്ട് കേരളത്തിൽ അധിക്ഷേപിച്ചു. നിങ്ങൾക്ക് ലജ്ജയില്ല? നിങ്ങൾ താമസിക്കുന്നത് കേരളത്തിലല്ലേ? ഒരു മലയാളി, ലോക മലയാളിയുടെ മുമ്പിൽ നിങ്ങൾ ശരിക്കും പറയണ കേരളീയന്റെ അന്തസ്സിനെയും അഭിമാനത്തിന്റെയും കേരളത്തിന്റെ സെക്കുലർ ഭാവത്തെയും നിങ്ങൾ ആക്ഷേപിക്കുകയല്ലേ? ജയസൂര്യൻ എങ്ങനെ തോന്നി? നിങ്ങളുടെ എം പി പോലും ഈ പറയുന്ന ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ സുരേഷ് ഗോപിയുടെ ജയത്തെ പോലും ആക്ഷേപിക്കുകയല്ലേ? സുരേഷ് ഗോപി ജയിച്ചത് രാജ്യസഭയിലേക്കാണ് ജയിച്ചത്, അദ്ദേഹം ലോക്സഭയിലേക്ക്. അദ്ദേഹം ചാവക്കാടിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞത്. അവിടുത്തെ വോട്ടിന് കണക്ക് എനിക്ക് എവിടെയുണ്ട്? തൃപ്രയാർ മേഖല, ഇരിങ്ങാലക്കുട മേഖല, തൃശ്ശൂർ റാണ എവിടെ കിടക്കുന്ന ഒരാള്, അയാൾക്ക് കേരളത്തെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. അയാൾ കണ്ടതും പഠിച്ചതും അറിഞ്ഞതും മൊത്തം കുടിയ വർഗീയത. അയാൾ അതിൽ വളർന്നു, അതിൽ ജീവിച്ചു, അതിൽ തന്നെ പറയുന്നു. റജി ലൂക്കോസ് അങ്ങനെയാണോ? നമ്മുടെ ഒരു നേതാവുണ്ടെന്നേ, ആ നേതാവിന്റെ പേര് വിജയരാഘവൻ എന്നാ. വിജയരാഘവൻ പറഞ്ഞു, റാണെ പറഞ്ഞത് രണ്ട് ഭാഷയിൽ ഒരു കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ. വിജയരാഘവൻ കേരളത്തിലെ ആളല്ലേ? അല്ല, ബഹുമാനപ്പെട്ട, അതിനു മുമ്പ് ഒരു വാക്ക് പറഞ്ഞോട്ടെ. കുഞ്ഞുണ്ണി മാഷ്, ഞാൻ കുഞ്ഞുണ്ണി മാഷയുടെ ഒരു ബൈറ്റ് എടുത്തിട്ടുള്ള കൈരളി ചാനലിന് വേണ്ടി 2000 ഞാൻ ചെയ്തൊരു പ്രോഗ്രാമിന് വലപ്പാട് ബീച്ചിൽ, അതായത് തൃപ്പുരാനടുത്തുള്ള ബീച്ചിൽ എൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ ആ ബൈറ്റ് എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാദമുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുണ്ട്, എനിക്ക് അഭിമാനമാണ് എനിക്ക് ഈ നാട്ടിൽ ജന്മമെടുത്തൽ എന്നുള്ള 4 വാക്കുകൾ അദ്ദേഹം പറഞ്ഞു. അത് കേരളത്തിൽ ഇപ്പോഴും അറിയാം. കുഞ്ഞുണ്ണി മാഷിന്റെ പേര് പറയുമ്പോൾ പല വാക്യങ്ങളിൽ ഒന്നതാ. അങ്ങനെയുള്ള മഹാരഥന്മാർ ഊട്ടി വളർത്തി സംസ്കാര സമ്പന്നമായി കേരളത്തിൽ മതേതരത്തിന്റെ മുഖംമൂടി അണിയാതെ കൊണ്ട് തുറന്നു ജീവിക്കുന്ന ജയസൂര്യനും ഞാനും നവാസും കെട്ടിപ്പിടിച്ച് ജീവിക്കുന്ന കേരളത്തിൽ നിങ്ങൾ മിനി പാകിസ്ഥാനിൽ നിന്ന് നിങ്ങളുടെ എം പി ജയിച്ചു കയറിയതിനെ കുറിച്ച് ആക്ഷേപിച്ചത് നിങ്ങൾ മാപ്പറിയിക്കാത്തൊരു അപമാനം നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇത്രയ്ക്ക് ഇന്ത്യൻ ആർമിയിലെ കാലങ്ങളായിട്ട് സുരേഷ് ഗോപി പ്രതികരിക്കണം. അദ്ദേഹത്തിന്റെ തനത് ഭാഷയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമാ ശൈലിയിൽ അദ്ദേഹം വിജയിച്ചത് മിനി പാകിസ്ഥാനിലെ എം പി ആണോ ജയസൂര്യൻ പറഞ്ഞ പോലെ എന്ന് അദ്ദേഹം പറയട്ടെ. ഞാൻ അങ്ങനെ എത്താം. പക്ഷേ ആനന്ദ് കൊച്ചുകൂടി ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻ ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ലവ് മൈ കൺട്രി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പൊടിപ്രായത്തിൽ പഠിച്ചു വരുന്നതല്ലേ? എൻ്റെ ഉള്ളിൽ പോലും നേരിയ സംശയമില്ല ഞാൻ ഇന്ത്യക്കാരനാണെന്ന് വരുത്തി. ഇന്ത്യക്കാരാണ്, 100% ഇന്ത്യക്കാരനാണ്, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. പക്ഷേ ഒരുത്തർ ഒരു വെളിവട്ട പ്രസ്താവന നടത്തുന്നു. ആ വെളിവട്ട പ്രസ്താവനയെ 100% വന്നിരുന്ന ഓതന്റിക്കേറ്റ് ചെയ്യുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുകയാണ് കേരളം മിനി പാകിസ്ഥാനാണെന്ന്. ഹൗ ഡയർ ആനന്ദ് കൊച്ചുകൂടി. ഹാഷ്മി, ഞാൻ ഈ ചർച്ചയിൽ വരുമ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണമാണ് ശ്രീ ജയസൂര്യൻ നടത്തിയത്. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല BJPയുടെ ഒരു സംസ്ഥാന നേതാവ് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അഡ്വക്കേറ്റ് ജയസൂര്യനെ പോലെ പാലായിൽ നിന്ന് വരുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തെ എനിക്കറിയാം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കുമെന്നോ അല്ലെങ്കിൽ ഇത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടെ കൂടി അല്ലെങ്കിൽ ആ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടെ അഭിപ്രായമാണ് എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നത് കേട്ട് ഞാൻ തന്നെ ഞെട്ടിധരിച്ചിരിക്കുകയാണ്. കാരണം ഒരിക്കലും കേരളത്തിലെ BJP ഇങ്ങനെ ഒരു നിലപാടെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. കാരണം അവർക്ക് വളരെ എളുപ്പത്തിൽ നിതീഷ് റാണയെ തള്ളിപ്പറയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പക്ഷേ അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടായത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. കേരളത്തിൽ BJP എന്തൊക്കെ ചെയ്താലും, ഇവിടെ ഒരു 10-50 വർഷം കഴിഞ്ഞാലും, ഉത്തരേന്ത്യ മുഴുവൻ BJP ഭരിച്ചാലും കേരളം BJP ഒരിക്കലും ഭരിക്കാൻ പോകുന്നില്ല എന്നതിൻ്റെ തെളിവാണിപ്പോൾ ഈ ജയസൂര്യൻ പറഞ്ഞ വാക്കുകൾ. ഇവിടെ കേരളം ഒരു മലയാളിയായതിൽ അഭിമാനമില്ലാത്ത ശ്രീ ജയസൂര്യനും ഈ BJPക്കാരും കേരളത്തിൽ എങ്ങനെയാണ് ഭരണം പിടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇവിടെ ഈ ഉത്തരേന്ത്യൻ സംഘീയ നേതാക്കൾ പലപ്പോഴും പല വിഡ്ഢിത്തരങ്ങൾ അവർക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടുകൂടിയാണ്, അല്ലെങ്കിൽ
ഇപ്പൊ കേരളത്തിൽ വരുന്ന ഇപ്പൊ ആരിഫ് മുഹമ്മദ് ഖാനോ അല്ലെങ്കിൽ കേരളത്തിൽ വരുന്ന പല തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഇയാൾ തന്നെ പറയുന്നുണ്ട്, റാണെ പറയുന്നുണ്ട് എന്തോ അവർക്ക് ഏതോ ഇവിടെ വളരെ 12,000 ഇഷ്ടമാണ്. അല്ല ശാന്തുവച്ചൂടി, റാണെ തന്നെ പറയുന്നുണ്ട് ഏതോ ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും കൺവേർട്ട് ചെയ്യാനിരുന്ന 12,000 പേരെ രക്ഷിച്ച ഒരാളോട് ഞാൻ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടാണോ? അല്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് ഏതോ കുഴിത്തിരിപ്പ് പോയി പറഞ്ഞു കൊടുക്കുന്ന അല്ല. റാണയ്ക്കറിയോ കേരളം എന്താണെന്നും കേരളത്തിൻ്റെ മതേതര പാരമ്പര്യം എന്താണെന്നും കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മഹത്വം എന്താണെന്നും ഈ പറഞ്ഞ ഈ റാണയ്ക്കറിയോ? റാണ ഒന്ന് ഒരു മാസം താമസിക്കട്ടെ, എന്നിട്ട് അയാളത് പറയട്ടെ. പോട്ടെ, റാണയ്ക്കറിയാവുന്നത് റാണയുടെ തലച്ചോറിൽ പുളയ്ക്കുന്നത് വർഗീയതയാണ്. അയാളത് പറയുന്നു. അയാളത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ നേതാക്കളാണ് ഈ ആരുമായിക്കോട്ടെ പറയാവോ? ആനന്ദ് കൊച്ചൂടി. അതല്ല, ഇത് ഈ കേരളത്തിൽ വന്ന 5 വർഷത്തിൽ കൂടുതൽ ഇവിടെ ഗവർണറായിട്ടിരുന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേട്ടതാണ്. അതായത് കേരളത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഒരു ഭക്ഷണമാണ് കഴിക്കുന്നത്, എല്ലാം ഒരു വസ്ത്രമാണ് ധരിക്കുന്നത്. ഇവിടെ ഒരാളെ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അയാളുടെ മതം ഏതാണ് ജാതി ഏതാണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഭാഷയാണ് സംസാരിക്കുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിം വിഭാഗങ്ങൾ ഉറുദു സംസാരിക്കുമ്പോൾ ഹിന്ദുക്കൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ കേരളത്തിലോ? കേരളത്തിൽ എല്ലാവരും മലയാളമാണ്. ഈവൻ തമിഴ്നാട്ടിൽ വരെ, നമ്മുടെ അടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ വരെ ഒരു കൂട്ടം മുസ്ലിം തമിഴ് വംശജർ ഉറുദുവാണ് സംസാരിക്കുന്നത്. മറ്റൊരു സംഘം തമിഴ് സംസാരിക്കുന്നവരുമുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രമാണ് മലയാളം മാത്രം സംസാരിക്കുന്ന മുസ്ലിം വിഭാഗക്കാരുള്ളത്. കേരളം എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഈ നമ്മുടെ മതമൈത്രിക്കും എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്ന ആൾക്കാരും കേരളം മറ്റ് എല്ലാ ഒരു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് പോലും ഒരത്ഭുതമാണ്. അപ്പോഴാണ് ഇവിടെ നമ്മുടെ BJPയുടെ നേതാക്കൾ, എനിക്ക് തോന്നുന്നു ഇത് ഈ കെ സുരേന്ദ്രൻ്റെ ഒക്കെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ BJPയുടെ ഈ ഏറ്റവും പുതിയ തലമുറയിലെ നേതാക്കൾക്ക് മാത്രം ഉള്ള ഒരു പ്രശ്നമാണ്. കാരണം കുറച്ചുകൂടി പഴയ BJP നേതാക്കൾക്ക് അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള BJP നേതാക്കൾ പോലും ഇത് അംഗീകരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ BJPക്കാർ പോലും അല്ലെങ്കിൽ കേരളത്തിലെ സംഘികൾ പോലും ഉത്തരേന്ത്യയിലെ അത്രയും ഒരു സംഘി പഴയ കാലമുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട S ജയസൂര്യൻ BJPയുടെ സംസ്ഥാന വക്താവാണ്, BJPയുടെ കേരളത്തിലെ തലമുതിർന്ന നേതാവാണ്. അദ്ദേഹം ആധികാരികമായി അതിനെ സ്ഥിരീകരിക്കുകയാണ്. ഞങ്ങൾ യോജിക്കുന്നു, സംസ്ഥാന BJPയുടെ നിലപാടാണെന്നേ കേരളം മിനി പാകിസ്ഥാനാണെന്ന്. അതിൽ തന്നെ സംശയം? അദ്ദേഹം നേർക്കുനേർ പറഞ്ഞ കാര്യങ്ങളല്ലേ. ഞാൻ അവിശ്വാസനോട് കേൾക്കാണത്. ആനന്ദ് കൊച്ചൂടി, ഞാൻ തികച്ചും അവിശ്വാസനോട് കേൾക്കാണ് കേരളത്തിലെ ഒരു BJPയുടെ നേതാവ് അത്തരത്തിൽ പറയുന്നത്. ആനന്ദ് കൊച്ചു പറഞ്ഞു പൂർത്തിയാക്കും. അതെ, അത് ഞാൻ കരുതുന്നത് ഇത് ഈ കെ സുരേന്ദ്രൻ്റെ കാലഘട്ടത്തിലെ BJP നേതാക്കൾ, അതായത് 2020 ഫെബ്രുവരിയിലാണ് കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. അതിനുശേഷം BJPയിൽ ഉണ്ടായ ഒരു പരിണാമത്തിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ ഇതുപോലെ തീവ്ര വർഗീയത പറഞ്ഞ് ഇവിടെ കേരളത്തിൽ അധികാരം പിടിക്കാമെന്ന എന്തോ ഒരു മണ്ടത്തരത്തിന് പുറത്ത് സുരേന്ദ്രനും കൂട്ടരും ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ഈ തീവ്ര നിലപാടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് അവർക്ക് തന്നെ തിരിച്ചടിയാണെന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാകും. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, ഇതിൻ്റെ എല്ലാം ആവിർഭാവം ഇത് നിതീഷ് റാണയ്ക്ക് വെറുതെ വായുവിൽ നിന്ന് കിട്ടിയതല്ല. ഡിസംബർ 21-ാം തീയതി വിജയരാഘവൻ വയനാട് വെച്ച് പറഞ്ഞ ഒരു കാര്യം, അത് ഇന്ത്യയിലെ എല്ലാ മുഖ്യധാര പത്രങ്ങളും ചാനലുകളും റിപ്പോർട്ട് ചെയ്തു. ഞാൻ ബംഗ്ല ചാനലുകളിൽ വരെ അതിൻ്റെ ക്ലിപ്പിങ്ങുകൾ കണ്ടു. വിജയരാഘവൻ പറഞ്ഞത് പല രീതിയിൽ പല വ്യാഖ്യാനങ്ങളായിട്ട് എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും ഹിന്ദി പത്രങ്ങൾ ഉൾപ്പെടെ അതിനെ വലിയ തോതിൽ അത് ആഘോഷിച്ചു. കാരണം 2019 അമിത്ഷാ എന്ന് പറഞ്ഞിരുന്നു, വയനാട് എന്ന് പറഞ്ഞാൽ അത് അവിടെ ഒരു പാർട്ടിയുടെ റാലി നടക്കുമ്പോൾ അത് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്ന് സംശയം തോന്നും എന്ന തരത്തിൽ. ഞാൻ പറഞ്ഞത് അതൊന്നും വിജയരാഘവൻ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകാം. പക്ഷേ ഗുസ്പേട്ടുകൾ എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചർച്ചയിൽ പറയുന്നത്, അല്ലെങ്കിൽ 1 ലക്ഷം പ്രചരണത്തിൽ പറഞ്ഞ വിജയരാഘവൻ പറയുന്നത് കൊണ്ടാണോ? കർണാടകയിൽ പോയി അടുത്ത കേരളമാണ് സൂക്ഷിച്ചോ എന്ന് അമിത്ഷാ പറയുന്നത് ഈ പറഞ്ഞ വിജയരാഘവൻ പറഞ്ഞിട്ടാണോ? നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞ എത്ര കൊടിയ വർഗീയ പ്രസ്ഥാനം നമ്മൾ കേട്ടു. അതൊക്കെ വിജയരാഘവൻ പറഞ്ഞിട്ടാണ്. വിജയരാഘവൻ പറഞ്ഞത് തെറ്റാണ്, പക്ഷേ വിജയരാഘവൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണോ റാണെ ഇത് പറയുന്നത് എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തെ പറ്റി ഒന്ന് പറഞ്ഞ് ഒന്നുകൂടി കേൾക്കാം. നേരത്തെ ശ്രീ ആനന്ദ് കൊച്ചൂടി പറഞ്ഞതാണ്, എന്നാലും ഒന്ന് കേൾക്കാം. सवाल ये है कि जैसे कि अभी देखा जाए पूरे हिंदुस्तान में केरला हर लम्हा आगे बढ़ते जा रहे हैं, तो आपसे हमें कुछ एक ऐसा मैसेज चाहिए कि हम भी जम्मू कश्मीर में केरला के जैसे जो एजुकेशन सिस्टम और बाकी सब को जम्मू कश्मीर को भी आगे बढ़ाने के लिए कुछ कर सकें. बहुत बहुत शुक्रिया आपके सवाल का. बहुत अच्छा सवाल किया है आपने. और मैंने पहले ही कहा था
कि बाकिया हिंदुस्तान के लोगों को, मुसलमानों को भी और सबको, केरला से सीखने की जरूरत है। नॉर्थ इंडिया में जो नॉर्थ इंडिया से लोग हैं वो मेरी बात से इख्तिलाफ नहीं करेंगे। ये मुस्लिम खाना, ये हिंदू खाना, ये मुस्लिम ड्रेस, ये हिंदू ड्रेस, ये मुस्लिम लैंग्वेज, ये हिंदू लैंग्वेज। केरला में खाना कॉमन, ड्रेस कॉमन, फूड कॉमन, लैंग्वेज कॉमन। भाई रिलीजन का ताल्लुक आदमी के रिलीजन जो दीन जो है वो अपने खालिक से रिश्ता जोड़ने के लिए है। और अगर मैं मौलाना ഓക്കെ, ശ്രീ ജയസൂര്യൻ, ഇവിടെ താങ്കളുടെ ഭാഷയിലെ മിനി പാകിസ്ഥാന്റെ ഗവർണറായി ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞതാണ്, നിങ്ങൾ നോർത്തിലെ സംസ്ഥാനങ്ങളിൽ നോക്കൂ, അവിടെ ഹിന്ദുക്കൾക്ക് ഒരു ഭക്ഷണം, മുസ്ലിങ്ങൾക്ക് മറ്റൊരു ഭക്ഷണം, ഹിന്ദുക്കൾക്ക് ഒരു വസ്ത്രം, മുസ്ലിങ്ങൾക്ക് മറ്റൊരു വസ്ത്രം. കേരളത്തിൽ ഇതൊന്നും ഇല്ല. ഇത് കേരളത്തിന് ഒരേ ഒരു ഭക്ഷണം, ഒരേ ഒരു രീതി, ഒരേ ഒരു ഭാഷ. കേരളം ഈ പറയുന്ന മതങ്ങളൊക്കെയും ചേർന്ന് സമഞ്ജസമായി ജീവിക്കുന്ന മനോഹര സ്ഥലമാണ് എന്ന് പറഞ്ഞ ആളുടെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ്. താങ്കൾ പറഞ്ഞ ആ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറുണ്ടോ ശ്രീ എസ് ജയസൂര്യൻ? കേരളം മിനി പാകിസ്ഥാനാണ് എന്ന താങ്കളുടെ ആ പ്രസ്താവന? ഞാൻ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, തെളിവ് ഹാജരാക്കാൻ തയ്യാറാണ്. അത് പ്രക്ഷേപണം ചെയ്യാനുള്ള ധൈര്യമുണ്ടോ ഈ ചാനലിന് എന്ന് ആദ്യം തന്നെ ചോദിക്കുന്നു. കേരളം, മലയാളം, മലയാളി, അതുപോലെ തന്നെ വലിയ മതേതരത്വം, സൗഹാർദ്ദം, സ്നേഹം ഇതൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കേരളമുണ്ടായപ്പോൾ മലയാളം എന്ന ഭാഷയുണ്ടായ, ആ മലയാള ഭാഷയ്ക്ക് പൂർണ്ണ രൂപം കൊടുത്ത, അതിലാദ്യത്തെ ആധ്യാത്മിക ഗ്രന്ഥമായിട്ടുള്ള ആദികാവ്യമായ രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ കേരളത്തിൽ മലപ്പുറത്ത് അനുവാദമില്ലാത്തിടത്തോളം കാലം ഞാൻ വീണ്ടും പറയും, ഇത് പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാൻ അല്ല എന്ന് പറയുന്നവർ താങ്കൾ പറയുന്നത് ഭരണഘടനാ വിരുദ്ധ പ്രസ്താവനയാണെന്ന ബോധ്യം താങ്കൾക്കുണ്ടോ? പ്രതിമ താങ്കൾ പറയുന്നത് ഭരണഘടനാ വിരുദ്ധ പ്രസ്താവനയാണെന്ന ബോധ്യം താങ്കൾക്കുണ്ടോ? താങ്കൾ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ രാജ്യദ്രോഹ പ്രസ്താവനയാണെന്ന ബോധ്യം BJP-യുടെ സംസ്ഥാന നേതാവിനുണ്ടോ? താങ്കൾ പറയുന്നത് BJP-യുടെ സംസ്ഥാന നിലപാടാണോ? കെ സുരേന്ദ്രന്റെ നിലപാടാണോ കേരളം പാകിസ്ഥാനാണ്? അത് കെ സുരേന്ദ്രന്റെ നിലപാടാണോ? എനിക്ക് മറുപടി പറയാമോ? താങ്കൾ പറയുന്നത് രാജ്യദ്രോഹമാണ് ജയസൂര്യൻ. മറുപടി വേണോ? താങ്കൾ പറയുന്നത് രാജ്യദ്രോഹമാണ്. അല്ല, എനിക്ക് മറുപടി പറയാമോ? മറുപടി വേണോ? ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. കേരളത്തെക്കുറിച്ച് ഇത്ര വലിയ അഭിമാനമുണ്ടെങ്കിൽ, ആ അഭിമാനം ആത്മാർത്ഥമാണെങ്കിൽ, കള്ളത്തരമല്ലെങ്കിൽ, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ സാധിക്കാത്തത് ഇത് പാകിസ്ഥാൻ ആയതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ സ്ഥാപിച്ചിട്ട് പറ ഇത് പാകിസ്ഥാൻ അല്ലാന്ന്. അല്ലാത്തടത്തോളം കാലം 1000 തവണ ഞാൻ പറയും ഇത് പാകിസ്ഥാനാണ്. അതുപോലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ, ഇവിടെ വേറെ ഭാഷയില്ല, വേറെ വസ്ത്രമില്ല, വേറെ ഭക്ഷണമില്ല. കേരളത്തിൽ ഒരു 40 കൊല്ലം മുമ്പ് റാണെ ഒടുവിൽ തിരുത്തി. റാണെ തിരുത്തല്ല, റാണെ പറഞ്ഞോട്ടെ. അല്ല ജയസൂർ, അല്ല താങ്കൾ ഇങ്ങനെ രാജ്യദ്രോഹം പറഞ്ഞുകൊണ്ടിരിക്കാവോ? ആരും അത് അനുവദിക്കാവോ ഒരു ചാനൽ എന്നുള്ള നിലയ്ക്ക്? ജയസൂര്യൻ ഇവിടെ റാണെ പറയുകയാണ് കേരളം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്, പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പുള്ളിക്ക് ഒരു ചളിപ്പ് തോന്നി. ഈ രാജീവ് ചന്ദ്രശേഖർ അത് കേട്ടു. രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ് ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് എന്ന് പറയുകയാണ്. ഇനി ശ്രീ ജയസൂര്യൻ പറയുന്ന SDP PFI ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, അതാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ SDP-യുടെ വോട്ട് വാങ്ങിച്ച MP-യുടെ പേര് ഞാൻ പറയട്ടെ ജയസൂര്യൻ? പറഞ്ഞോട്ടെ. പറയൂ, ധൈര്യമുണ്ടെ പറയൂ. അദ്ദേഹം തന്നെ പറയട്ടെ. വിളയോ സുരേഷ് ഗോപി MP-യുടെ ബൈറ്റ് വിളയോ? കോൺഗ്രസിലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തു, CPM-ലെയും CPI-ലെയും. എന്തിന്? SDPI-ലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. 0 വോട്ടായിരുന്നിടത്ത് എനിക്ക് 6 വോട്ട് കിട്ടി. ആ 6 കുടുംബങ്ങളെയും ഞാൻ സംരക്ഷിക്കും. താങ്കളുടെ ഭാഷയിലെ മിനി പാകിസ്ഥാനിലെ അങ്ങയുടെ MP സുരേഷ് ഗോപി പറഞ്ഞ എനിക്ക് SDP-യുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. SDP-യുടെ വോട്ട് വരെ വാങ്ങാൻ മാത്രം കഴിവുള്ള ആളാണ് സുരേഷ് ഗോപി. SDP-യുടെ വോട്ട് BJP മേടിക്കും. അപ്പൊ SDP-യോട് നിങ്ങൾ ഈ പറഞ്ഞ വിരോധമൊക്കെ ചുമ്മാ ഉടായിപ്പാ അല്ലേ? SDP-യുടെ വോട്ട് BJP വാങ്ങും അല്ലേ ജയസൂര്യൻ?
അല്ല ഞാൻ ചോദിച്ച അല്ല ഒറ്റ മിനിറ്റ് ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ SDP അത് സുരേഷ് ഗോപി കൃത്യമായി പറഞ്ഞു. പിന്നെ എന്നോട് വീണ്ടും ചോദിക്കേണ്ട കാര്യം അല്ല താങ്കൾ പറഞ്ഞാണ് SDP വോട്ട് വരെ വാങ്ങാൻ കഴിയുള്ളൂ. അപ്പൊ SDP വോട്ട് തന്നാൽ വാങ്ങും BJP. അതിനോട് പതിത്തമില്ല അല്ലേ? SDP യുടെ പതിത്തം ഉണ്ടോ ജയസൂര്യന്? ഇല്ലല്ലോ. വാങ്ങും ഒരു സംശയമില്ല, ഒരു സംശയമില്ല. പക്ഷെ എന്റെ ചോദ്യത്തിന് മറുപടി ഇല്ലല്ലോ. ഹാഷ്മി മറുപടി പറ. തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കാത്ത മലപ്പുറം പാകിസ്ഥാനല്ലേ? കേരളമാണല്ലോ പാകിസ്ഥാൻ. 1000 തവണ പറയും പാകിസ്ഥാനാണെന്ന്. കേരളമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. താങ്കൾ പറയുന്നത് മലപ്പുറം കേരളത്തിനകത്താണ്. സാറേ, പാകിസ്ഥാനിൽ ജീവിക്കാൻ നാണമുണ്ടോ ജയസൂര്യ? പാകിസ്ഥാനിൽ ജീവിക്കാൻ അങ്ങേക്ക് നാണമുണ്ടോ? പാകിസ്ഥാനെ ശുദ്ധീകരിക്കും. പാകിസ്ഥാനിൽ ജീവിക്കാൻ അങ്ങേക്ക് നാണമുണ്ടോ ജയസൂര്യ? ഒരു നാണമില്ല. പാകിസ്ഥാനെ ശുദ്ധീകരിക്കും. എന്നാ ഒരു കാര്യം പറയാം. എന്റെ സംസ്ഥാനത്തെ പറ്റി, എന്റെ രാജ്യത്തെ പറ്റി താങ്കൾ ഇരുന്ന് മര്യാദയോട് പറയരുത്. എന്റെ രാജ്യത്തെ പറ്റി താങ്കൾ ഇരുന്ന് മര്യാദയോട് പറയരുത്. എന്റെ രാജ്യം പാകിസ്ഥാനല്ല, എന്റെ രാജ്യം ഇന്ത്യ. തുഞ്ചത്തെഴുത്തച്ഛൻ അവിടെ നിൽക്കട്ടെ, എഴുത്തച്ഛൻ അവിടെ നിൽക്കട്ടെ. ജയസൂര്യ, എന്റെ രാജ്യത്തെ പറ്റി മര്യാദയോട് പറയരുത്. എന്റെ രാജ്യം ഇന്ത്യ, എന്റെ രാജ്യം, എന്റെ സംസ്ഥാനം ഇന്ത്യയിലാണ്, പാകിസ്ഥാനല്ല. ജയസൂര്യനാ മര്യാദയോട് പറയുന്നത്. പച്ച മര്യാദയോട്, പച്ച നെറുകേട് പറഞ്ഞ ജയസൂര്യനാ. രാജ്യദ്രോഹം പറഞ്ഞ ജയസൂര്യനാ. വർഗീയ വിഷം ഇങ്ങനെ ചീറ്റാവോ? വർഗീയ വിഷം ഇങ്ങനെ ചീറ്റാവോ ഒരു മുതിർന്ന നേതാവ്? മറുപടിയില്ലാതെ വർഗീയ വിഷം ഇങ്ങനെ ചീറ്റാവോ ഒരു മുതിർന്ന നേതാവ്? നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ പറ്റി മര്യാദയോട് പറയുന്നു. നിർത്തിക്കോ. എന്റെ രാജ്യം ഇന്ത്യയാണ്, പാകിസ്ഥാനല്ല. പാകിസ്ഥാൻ ഉളുപ്പില്ലാതെ പറയുന്നു. പാകിസ്ഥാൻ ഉളുപ്പില്ലാതെ ആവർത്തിക്കുന്നു. നിങ്ങളാണ് മര്യാദക്കേട് പറയുന്നത്. അപ്പോ നിങ്ങൾ എന്താ തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ച് ചോദിച്ചപ്പോ മറുപടി രാമായണത്തെ കുറിച്ച്, തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ച്, മലയാളത്തെ കുറിച്ച് അതൊക്കെ സംസാരിക്കാവുന്നേ. അതൊക്കെ നമുക്ക് ആവോളം ചർച്ച ചെയ്യാം. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം. ആദ്യം താങ്കൾ പറയുന്ന ഈ മര്യാദകേട് വെളിവുകേട് നിർത്ത്. താങ്കൾ ഈ പറയുന്ന കേരളം പാകിസ്ഥാനാണ്, താങ്കൾ ഇന്ത്യ പാകിസ്ഥാനാണെന്ന് താങ്കൾ പറയുന്നത് അല്ലേ? SDP വോട്ട് വാങ്ങാൻ മടിയില്ലാത്ത ജയസൂര്യ, താങ്കൾ നിർത്ത്, ഈ വെളിവുകേട് നിർത്ത്. ഞാൻ കേരളത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്ത് കേരളം ഇന്ത്യയിലല്ലേ? കേരളം ഇന്ത്യയിലല്ലേ? ഞാൻ കേരളത്തെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം പാകിസ്ഥാനാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ താങ്കൾ പറയുക. തികഞ്ഞ രാജ്യദ്രോഹം പറയുന്നത് താങ്കൾ. തികഞ്ഞ രാജ്യദ്രോഹം. PK നവാസ് ആവർത്തിക്കുകയാണ്. ഏതോ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ എന്ന് പറഞ്ഞിട്ട് കേരളം പാകിസ്ഥാൻ ആവർത്തിക്കുക. ഈ ജയസൂര്യൻ രാജ്യദ്രോഹം പറയുക, ആവർത്തിക്കുക. അനുവദിക്കാൻ കഴിയില്ല. ആവർത്തിക്കും. ജയസൂര്യൻ പാകിസ്ഥാൻകാരനാണ്. ഈ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ വെക്കാത്ത സ്ഥലത്ത് ജയസൂര്യൻ BJPയുടെ സംസ്ഥാന നേതാവ് എന്ന് പറയുക. ജയസൂര്യൻ പാകിസ്ഥാൻകാരാണെന്ന് പറയുക. താങ്കൾ പറയുന്ന വെളിവുകേടിന്റെ ആഴം താങ്കൾക്ക് ബോധ്യമുണ്ടോ? BJPയുടെ സംസ്ഥാന നേതാവേ, BJPയുടെ സംസ്ഥാന നേതാവേ, അങ്ങ് ജീവിക്കുന്നത് പാകിസ്ഥാനിലാണ് എന്ന് അങ്ങ് വന്നിട്ട് തുറന്നു പറയുക. മലപ്പുറത്തെ തുഞ്ചത്തെഴുത്തച്ഛന്റെ മലപ്പുറത്തെ മണ്ണാങ്കട്ട നവാസ്. അതെന്താ ഞാനത് തുറന്ന് പറയുന്നതിന് കാരണമുണ്ടല്ലോ. ആ കാരണവും പറഞ്ഞല്ലോ. താങ്കൾ പറഞ്ഞൊരു കാരണമാണ് തുഞ്ചത്ത്. താങ്കൾ മര്യാദകേടിന്റെ പരമാവധി പറഞ്ഞിട്ട് അത് ആവർത്തിച്ചിട്ട് താങ്കൾ പറയുന്നതാണോ മലപ്പുറത്തെ എന്തോ മണ്ണാങ്കട്ട? മലപ്പുറത്തെ മണ്ണാങ്കട്ടയോ? നവാസ് എന്താ മണപ്പുറത്ത് മണ്ണാങ്കട്ടയാണോ? തുഞ്ചത്തെഴുത്തച്ഛൻ മണ്ണാങ്കട്ടയാണോ? തുഞ്ചത്തെഴുത്തച്ഛൻ മണ്ണാങ്കട്ടയാണോ? ഈ തുഞ്ചത്തെഴുത്തച്ഛൻ എനിക്കറിയാം. താങ്കൾ പറഞ്ഞ വെളിവുകേടിനെ മറക്കാൻ എന്തെങ്കിലുമൊക്കെ പറയരുത്. താങ്കൾ പറഞ്ഞ രാജ്യദ്രോഹ ഭാഷയെ പറ്റി മറക്കാൻ എന്തെങ്കിലുമൊക്കെ പറയരുത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന താങ്കൾ പറഞ്ഞ രാജ്യദ്രോഹത്തെ മറക്കാൻ എന്തെങ്കിലുമൊക്കെ വെളിവുകേട് പറയാമോ? ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛനെ മണ്ണാങ്കട്ട എന്ന് ഹാഷ്മിക്ക് വിളിക്കാമെങ്കിൽ അങ്ങ് വളച്ചൊടിച്ച് ഒരു കുഴപ്പമില്ല. രാജ്യദ്രോഹിയല്ലേ? അങ്ങനെ വളച്ചൊടിച്ച് ഒരു കുഴപ്പമില്ല. ഇന്ത്യ പാകിസ്ഥാൻ താങ്കളാ രാജ്യദ്രോഹി. ഇന്ത്യ പാകിസ്ഥാൻ താങ്കൾ വിളിച്ചു. ഈ കേരള അതിന് സംസ്ഥാനത്തെ കേരളത്തിലെ പാകിസ്ഥാൻ താങ്കൾ ആവർത്തിക്കുന്നു. താങ്കളാ രാജ്യദ്രോഹം പറയുന്നത്, ഞാനല്ല. നവാസ് മറുപടി. മലപ്പുറം എന്ത് മലപ്പുറം? താങ്കളാണ് രാജ്യദ്രോഹം പറയുന്നത്. താങ്കൾ എന്തുകൊണ്ടാണ് തുഞ്ചത്തെഴുത്തച്ഛനെ മണ്ണാങ്കട്ട എന്ന് വിളിച്ചത്? മണ്ണാങ്കട്ട എന്ന് വിളിക്കാമെങ്കിൽ താങ്കൾക്ക് അഭിമാനിക്കാമെങ്കിൽ എനിക്ക് ഈ വസ്തുത സത്യം പറയുന്നതിന് എന്താ കുഴപ്പം? അപ്പോൾ പാകിസ്ഥാനിലുള്ള എല്ലാ ഭീകരവാദികൾക്കും കേരളത്തിൽ പിന്തുണ കൊടുക്കുന്നു. ഇത്രമാത്രം വെളിവുകേട് പറഞ്ഞു തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമയാ പറയാനുള്ള ജയസൂര്യന്. അങ്ങയുടെ പാർട്ടി നിലപാടാണ് ജയസൂര്യ ഇത്? അങ്ങയുടെ പാർട്ടി നിലപാടാണോ? കേരളത്തിലെ രാജ്യത്തെ ഒരു സംസ്ഥാനം പാകിസ്ഥാനാണ് എന്ന് BJPയുടെ പാർട്ടി നിലപാടാണോ? അത് ഇന്ത്യ അപമാനിക്കാൻ നിങ്ങൾ എന്റെ രാജ്യത്തെ നിങ്ങൾ അപമാനിക്കാൻ അപമാനിക്കരുത്. ഇനി നിങ്ങൾ അപമാനിച്ചേ. നവാസ് പറയൂ. എന്റെ രാജ്യത്തെ അപമാനിക്കരുത്. ഇനി എന്റെ രാജ്യത്തെ ജയസൂര്യ അപമാനിക്കരുത്. ഇനി നവാസ് പറയൂ.
അജ്മൽ കസബിന് ആശ്മി കബറടക്ക ശുശ്രൂഷ ചർച്ചയിൽ നിന്ന് നടത്തിയത് അദ്ദേഹത്തെ ഒഴിവാക്കണം. നിങ്ങൾ ബാഗ്ദാദിക്ക് മലയാളിയോട് കാണിക്കുന്ന എന്തൊക്കെയാണ് ശുശ്രൂഷ പറയുന്നത്? നടത്തിയത്. പറയുന്നത് അത് മര്യാദ രാവിലെയോ മാധ്യമ അത് ധാർമ്മികതയോ പാകിസ്ഥാനിലും വെച്ച് ചെയ്തിട്ടുണ്ട്. നടത്തുന്നില്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പാകിസ്ഥാനിലും ചർച്ചയ്ക്ക് മലയാളി കേരളത്തിലും ഇങ്ങനെ തീവ്രവാദികൾക്ക് മലയാളി പിന്തുണ ആഗ്രഹിക്കുന്നില്ല? കൊടുക്കുന്ന നിലപാടെടുക്കുമ്പോൾ എന്തൊക്കെ വൃത്തികേടാണ് അയാളെ ഇവിടെ എന്ത് വിളിച്ച് കേരളം പറയുന്നത്? പാകിസ്ഥാൻ എന്റെ പൊന്നു ജയസൂര്യ സാറേ ഒന്ന് ആലോചിക്കുക, ഒന്ന് മനസ്സിരുത്തി ആലോചിക്കുക. താങ്കൾ പറയുന്ന മര്യാദകളുടെ ആഴം ഒന്ന് മനസ്സിരുത്തി ആലോചിക്കുക. താങ്കൾ പറഞ്ഞ കേരളം പാകിസ്ഥാൻ ആണെങ്കിൽ രാജ്യത്തെ ഒരു സംസ്ഥാനം പാകിസ്ഥാൻ എന്ന് പറയുകയാണ്. രാജ്യത്തെ അപമാനിക്കുകയാണ് ബിജെപിയുടെ നേതാവ്, സംസ്ഥാന നേതാവ് നവാസ്. ബിജെപി അല്ല അപമാനിച്ചത്, കേരളത്തിലെ LDF-ഉം UDF-ഉം ആണ് അപമാനിച്ചത്. ഉള്ള കേരളത്തിലെ ഈ ഭീകരവാദി പ്രസ്ഥാനങ്ങൾക്ക് അനുവാദം കൊടുത്തത് കേരളത്തിലെ പാകിസ്ഥാൻ എന്ന് വിളിച്ചിട്ട് അതുവഴി രാജ്യത്തെ അപമാനിച്ചിട്ട് എന്തൊക്കെ പറയാണോ? എന്തെങ്കിലുമൊക്കെ പറയാമോ? എന്തെങ്കിലുമൊക്കെ പറയാമോ? ആങ്കർമാരാണ് അപമാനിച്ചത്. ശരി ആയിക്കോട്ടെ. ജയസൂര്യൻ മലപ്പുറത്തെ ശരി ശ്രീ പി കെ നവാസ്, എന്താണ് മലപ്പുറത്തെ തുഞ്ചത്തെഴുത്തച്ഛന് പ്രതിമ സ്ഥാപിക്കാൻ കഴിയാത്തത് കൊണ്ട് ജയസൂര്യന്റെ പാർട്ടിക്കും കേരളം പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഇത്ര സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായ കേന്ദ്ര ഫണ്ടും ഒക്കെ കിട്ടുന്ന അല്ലെങ്കിൽ എന്താ ഈ പറഞ്ഞ ഫെഡറൽ സംവിധാനത്തിൽപ്പെട്ട കേരളം ജയസൂര്യനും BJP-യും നാണമില്ലാതെ പാകിസ്ഥാൻ അധിക്ഷേപിക്കും തുഞ്ചത്തിന്റെ പ്രതിമ സ്ഥാപിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ. നവാസ് കേൾക്കാവോ? ഓക്കെ, ആനന്ദ് കൊച്ചുകൂടി അപ്പോൾ ഇത് പ്ലാനാണ് എന്ന് പറഞ്ഞാൽ ഇത് പ്ലാനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റ് സ്ഥലങ്ങളിലെ കൊടിയ ഹിന്ദുത്വ വർഗീയത ഇവിടെ ആവർത്തിച്ച് ഇവിടെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന നോട്ടമാണത്. അല്ലാതെ ജയസൂര്യൻ അങ്ങനെ അബോധത്തിൽ പറയുന്നതല്ല, നാക്കുപിഴയല്ല. കേരളം ജയസൂര്യനും BJP-ക്കും പാകിസ്ഥാനാണ്. ആനന്ദ് കൊച്ചുകൂടി. അല്ല, ആദ്യം തന്നെ ശ്രീ ജയസൂര്യൻ പറഞ്ഞ ഈ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പ്രതിമയെക്കുറിച്ചൊരു ക്ലാരിറ്റി തരണമെന്നുണ്ട്. അതായത് ഇത് ഈ മലയാള മനോരമയാണ് തിരൂറിൽ ഈ പ്രതിമ സ്ഥാപിക്കാമെന്ന് അന്ന് അവരാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. പിന്നെ ഏതോ ഘട്ടത്തിൽ അവർ പിന്മാറുകയാണ് ചെയ്തത്. ഇത് തിരൂർ എന്തുകൊണ്ട് സ്ഥാപിച്ചില്ല എന്നുള്ളത് ഇത് ഏതെങ്കിലും ഒരു കേരളത്തിലെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയിൽ ഇവിടെ ശ്രീ ജയസൂര്യൻ സംസാരിക്കുന്നത് വസ്തുതാവിരുദ്ധമാണ്. അദ്ദേഹം മീനച്ചിൽ മറുപടി ഇല്ലാത്തതുകൊണ്ട് ജയസൂര്യൻ എന്തെങ്കിലുമൊക്കെ പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ മലപ്പുറത്തെ മണ്ണാങ്കട്ടെന്ന് ഞാൻ പറയുന്നത് തുഞ്ചത്തെ അല്ലല്ലോ. നമുക്കറിയാലോ ശ്രീ ആനന്ദ് കൊച്ചുകൂടി, കേരളം പോലെ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തെ പാകിസ്ഥാൻ ആവർത്തിക്കുന്ന രാജ്യദ്രോഹ പ്രസ്താവന മറക്കാൻ ജയസൂര്യൻ എന്തൊക്കെയോ പറയുന്നതാണ്. അതിൽ കയറി പിടിക്കണോ? ഈ പ്രസ്താവനയെ കേരളം ഒന്നടങ്കം നിരാകരിക്കണ്ടേ? BJP-യിലെ നേതാക്കൾ അടക്കം. ആനന്ദ് കൊച്ചുകൂടി. തീർച്ചയായും ഇവിടെ ഈ BJP-ക്ക് അടുത്ത സംസ്ഥാന അധ്യക്ഷനെ വീണ്ടും തുടരാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ കെ സുരേന്ദ്രൻ്റെ അനുയായികളായിട്ടുള്ള BJP നേതാക്കളെല്ലാം ഇതുപോലെ അതൊരു സിഗ്നലായി എടുത്ത് ഇതുപോലെ കൊടിയ വർഗീയത കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ BJP ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർഗീയതയുടെ കുറച്ച് ഡിഗ്രി ഒന്ന് കൂട്ടുക, ഗ്രാവിറ്റി ഒന്ന് കൂട്ടുക, കുറച്ചുകൂടി വിഷമമിപ്പിക്കുക എന്നുള്ള തരത്തിലേക്ക് അവരാലോചിച്ച് കരുതിക്കൂട്ടിയെടുത്ത ഒരു തീരുമാനം പോലെയാണ് എനിക്ക് ശ്രീ ജയസൂര്യൻ്റെ ഇന്നത്തെ പ്രകടനം കണ്ടപ്പോൾ മനസ്സിലാകുന്നത്. ഇവർക്ക് കുറേ ഇവർ BJP പണം കൊടുക്കുന്ന കുറേ യൂട്യൂബ് ചാനലുകളുണ്ട്. ചില ഈഴവ ബുദ്ധിജീവികളൊക്കെ ആ ചാനലുകളിൽ വന്നിരുന്നിട്ട് ഇതുപോലെയുള്ള പച്ച വർഗീയത പറയാറുണ്ട്. അതുപോലെയുള്ള യൂട്യൂബ് ചാനലുകളുടെ കണ്ടന്റിലേക്ക് ഇന്ന് 24-ന്റെ ഈ ചർച്ച ശ്രീ ജയസൂര്യൻ ഇങ്ങനെ അല്ലെങ്കിൽ ഈ ജനം TV-യുടെ നിലവാരത്തിലേക്ക് ചർച്ചയെ കൊണ്ടെത്തിച്ചതിൽ വളരെ ഖേദമുണ്ട്. ഇങ്ങനെ ഒരു ചർച്ചയിൽ അത് ഏത് നേതാവാണെങ്കിലും ഇങ്ങനെ ഇത്രയും പച്ച വർഗീയത പറയുന്ന ഒരു ചർച്ചയിൽ എനിക്ക് ഇതുവരെ ഇരിക്കേണ്ട ഒരു കാരണം ഒരുപാട് ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും അതൊക്കെ രാഷ്ട്രീയ ഏറ്റുമുട്ടലാണ്. കേരളം പാകിസ്ഥാനാണെന്ന പരമമായ വർഗീയത പറയുന്ന ഒരു ചർച്ച എനിക്ക് നയിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്തും. പി കെ നവാസ്, എന്താണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പ്രതിമയിൽ മറുപടി പറയാനുണ്ടോ? പോട്ടെ, അതിൽ മറുപടി ഇപ്പോൾ അർഹിക്കുന്നില്ല. അതിന് കാരണം എന്താണ്? നമ്മൾ ജീവിക്കുന്ന ഒരു നാടിനെ, സമാധാനമായി ജീവിക്കുന്ന ഒരു നാടിനെ, ആ നാട് ഉൾക്കൊള്ളുന്ന രാജ്യത്തെ ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംസ്ഥാന നേതാവ് വന്നിരുന്ന് അവഹേളിക്കുകയാണ്, അപമാനിക്കുകയാണ്. അതിന് മറുപടി വേണം. പി കെ നവാസ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ വിഷയമുണ്ട്, അത് വഴി ചർച്ച ചെയ്യാം നമുക്കത്. നവാസ് കേൾക്കാവോ? ചോദ്യം കേട്ടില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ ജയസൂര്യൻ എന്ന് പറയുന്ന BJP-യുടെ സംസ്ഥാന വക്താവ്
തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിച്ചാൽ അദ്ദേഹം ഒരുപക്ഷെ പാകിസ്ഥാൻ എന്ന് മാറ്റി പറഞ്ഞേക്കാം. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. പക്ഷേ കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന ഒരു സംസ്ഥാനത്തെ ശത്രുരാജ്യത്തോട് ഉപമിച്ച അത് തന്നെയാണ് എന്ന് പറയുന്ന ഈ സംസ്ഥാന നേതാവിൻ്റെ, അതുൾപ്പെടുന്ന രാജ്യത്തെ അതുവഴി അപമാനിച്ച ഈ സംസ്ഥാന നേതാവിൻ്റെ മറുപടി വേണം. പി കെ നവാസ്, കേരളം എന്താണ് മറുപടി കൊടുക്കണം? ശ്രീ ആഷ്മി, ഞാൻ നേരത്തെ പറഞ്ഞത് ആഷ്മി കേട്ടോന്നറിയില്ല. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നാണ് നമ്മൾ പറഞ്ഞത്. കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു കേരളം എന്ന് കേട്ടാൽ ഇവർക്കൊക്കെ മനസ്സിൽ വർഗീയതയാണ് തിളയ്ക്കുന്നത്. അതിൻ്റെ കുഴപ്പമാണിത്. തുഞ്ചത്ത് എഴുത്തച്ഛന് വലിയ പ്രതിമ സ്ഥാപിച്ചില്ല പോലും. ആര് സ്ഥാപിച്ചില്ല? അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കണ്ട. ഞാനിപ്പോൾ അതിൻ്റെ ഡാറ്റ എടുക്കുകയായിരുന്നു. അത് ഗവൺമെൻറ് തീരുമാനിച്ചതാണോ സ്ഥാപിക്കാൻ? അങ്ങനെ ഒരു പ്രൈവറ്റ് ഏജൻസി തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ അവിടെ ഉണ്ടായി. അത് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തർക്കം അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായാൽ അത് വർഗീയമാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കാത്തൊരു നാടാണ് കേരളം, മലപ്പുറം, അതുകൊണ്ട് ഇത് പാകിസ്ഥാനാണെന്ന് പറയണോ? വളരെ ദുർബലമായ വാദം ഉന്നയിക്കുന്നു. ആഷ്മി, എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഇദ്ദേഹത്തെ മലയാളി കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയേറെ വൃത്തികേട് പറയുന്ന, ഇത്രയേറെ വർഗീയത പറയുന്ന ഒരു മനുഷ്യനെ അടുത്ത കാലത്ത് കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിലെ വർഗീയവാദം പറയുന്ന പല BJP നേതാക്കന്മാരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയേറെ വർഗീയത ചവച്ചു തുപ്പി ഈ 24 ഫ്ലോറിൽ വന്നിരുന്ന് ഒരപമാന ഭാരവുമില്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ ഇയാളുടെ അകത്തൊക്കെ എന്താണ് ഇത്രയേറെ കുത്തി നിറയ്ക്കപ്പെട്ടത് എന്ന് അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ കേൾക്കുന്നത്. ജയസൂര്യ എന്ന് പറയുന്ന പേരിനോടൊപ്പം എൻ്റെ പേര് എഴുതി വെച്ച് ഈ ഫ്ലോറിൽ ഇരിക്കുന്നത് പോലും എനിക്കൊരു അപമാനമായി തോന്നുകയാണ്. മലയാളിക്ക് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടായിരിക്കാം. ഞാൻ ഉറപ്പിച്ച് ഒരു കാര്യം പറയുന്നു ആഷ്മി, നിങ്ങൾ ഈ ചർച്ചയിൽ എന്ത് മാധ്യമ ധാർമ്മികതയുടെ പേരിലായാലും പേരിലായാലും ശരി, അദ്ദേഹത്തെ ഒന്ന് ഇറക്കി വിട്ടാൽ മലയാളി ഒന്നടക്കം ഹാഷ്മിക്ക് മുമ്പിലും 24 ചാനൽ മുമ്പിലും കൈയടിക്കും. അത് മലയാളിയുടെ വികാരമാണ്. എൻ്റെ നാടിനെക്കുറിച്ച്, നമ്മൾ പിറന്ന നാടിനെക്കുറിച്ച് ഇത്രമേൽ മോശമായ രൂപത്തിൽ എവിടെയോ കിടക്കുന്ന റാണ എന്തു പറഞ്ഞത് പോട്ടെ, ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ BJP നേതാക്കന്മാർ അവർ പറയുന്നത് പോട്ടെ, ഇത്തരത്തിൽ പച്ച വർഗീയത ഈ ഫ്ലോറിൽ വന്നിരുന്ന് പറയാൻ എനിക്ക് തോന്നുന്നു. അദ്ദേഹം തിരിച്ചിന്ന് രാത്രി വീട്ടിലേക്ക് ചെന്നാൽ വീട്ടിൽ അദ്ദേഹത്തിന്റെ മക്കളും ചോദിക്കും, അച്ഛ എന്താണ് അച്ഛൻ ഇന്ന് ചാനലിൽ നിന്ന് പറഞ്ഞത്, നമ്മുടെ നാടിനെ കുറിച്ച് അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞോ എന്ന് കൊച്ചുമക്കൾ അദ്ദേഹത്തെ തിരുത്തും എന്നാണ് എൻ്റെ വിശ്വാസം. പുതിയ കാലത്തിന്റെ കേരളത്തിന്റെ തലമുറ അത്രമേൽ ഔദ്യബോധമുള്ളവരാണ്. അദ്ദേഹത്തിന്റെ മക്കളും കൊച്ചുമക്കളും ഈ ഫ്ലോറിൽ നിന്ന് ഇറങ്ങിയാൽ അദ്ദേഹത്തെ തിരുത്തുമെന്ന പ്രതീക്ഷ വെക്കുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വാചകങ്ങൾക്ക് മറുപടിയല്ല, അവജ്ഞതയോട് തെരുവിലേക്ക് വലിച്ചെറിയണം, വേസ്റ്റ് ബാങ്കിലേക്ക് വലിച്ചെറിയേണ്ട വാചകങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒരു മനുഷ്യൻ, ഒരു മലയാളി ഒരു ചാനൽ ചർച്ചയിൽ എന്നല്ല ഒരു പൊതുവിടത്തും പറയാൻ പാടില്ലാത്തൊരു കാര്യം. ഈ രാജ്യത്തെ ഒരു ഇന്ത്യൻ സിറ്റിസൺ പറയാവുന്ന വാക്കാണോ പറയുന്നത്? ഈ രാജ്യത്തെ ഒരു ഇന്ത്യൻ സിറ്റിസൺ പറയാവുന്ന വാക്കാണോ പറയുന്നത്? റാണയോ വിവരക്കേട് പറഞ്ഞു, ആ വിവരക്കേട് ഏറ്റുപിടിക്കാവോ? റജി ലൂക്കോസ്, ഈ രാജ്യത്തെ പൗരൻ പറയാൻ പാടില്ല, മലയാളി എന്നുള്ളതല്ല. ഈ രാജ്യത്തിൽ പൗരൻ പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമാണത്, രാജ്യദ്രോഹമാണ്. കാരണം എന്താണ്? പാകിസ്ഥാൻ ശത്രുരാജ്യമാണ് കേരളം എന്ന് പറയുകയാണ് BJPയുടെ സംസ്ഥാന നേതാവ് റജി ലൂക്കോസ്. CPM മറുപടി വേണം. അല്ല, തീർച്ചയായിട്ടും എനിക്ക് സമയം അനുവദിക്കണം. അദ്ദേഹത്തിനോട് തുഞ്ചത്ത് എഴുത്തച്ഛനെ കുറിച്ച് ഒരു വാക്ക് എനിക്ക് പറയാനുണ്ട്. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം എഴുത്തച്ഛൻ എന്ന് പറയുന്ന മഹാനായ കേരളത്തിൽ മലയാള ഭാഷയുടെ എന്താ പറയുക പിതാവെന്ന് വിളിക്കുന്ന ആ മഹാനായ സാഹിത്യകാരൻ എഴുത്തച്ഛനെ അദ്ദേഹം ഈ ചാനലിൽ ആഹ്വാനിച്ചിരിക്കുന്നു. അദ്ദേഹം കേരളീയരെ ആഹ്വാനിക്കട്ടെ, അത് ഇവരുടെ കുലത്തൊഴിലാണ്, അപമാനിച്ചിരിക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇദ്ദേഹത്തിന് ഞാൻ ക്ഷണിക്കുക, ഞാൻ ദൃക്സാക്ഷിയായ ഒരു കാര്യം പറയാം. EK നായർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട MD വാസുദേവൻ നായർ അതിന്റെ ചെയർമാനായിട്ട് തുഞ്ചത്ത് എഴുത്തച്ഛന്റെ എഴുത്തിടത്തിലേക്ക് നിയമിക്കുന്നത്. ഇപ്പോൾ അവിടെ വരുന്ന ആദ്യാക്ഷരം കുറിക്കാൻ വരുന്ന കുട്ടികൾ ഈ ജയസൂര്യ അല്ലെ അവരുടെ ആരെങ്കിലും ഇത് വിട്ട് കുറച്ച് ചിത്രം എടുക്കണം. അവിടെ വരുന്നതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമൂഹത്തിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് മാതാപിതാക്കൾ വരുന്ന ആദ്യാക്ഷരം കുറിക്കാൻ താങ്കളെ മനസ്സിലാക്കണം. താങ്കൾക്കൊന്നും നിങ്ങൾ ജയസൂര്യനെ ബോധ്യപ്പെടുത്താൻ നമ്മൾ മതം പറയണോ? അത് കേരളത്തിനൊക്കെ അറിയാവുന്നതല്ലേ? ജയസൂര്യൻ പറഞ്ഞ വെളിവുകേടിനെ വിവരക്കേടിനെ ബോധ്യപ്പെടുത്താൻ ഈ വാദം ഉന്നയിക്കണോ? തുഞ്ചത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. എഴുത്തച്ഛന്റെ പേരിൽ എന്താ സർവകലാശാല സ്ഥാപിച്ച നാടിനെ പറ്റിയാണ് ഈ പറഞ്ഞത്. അതിനെ അർഹിക്കുന്ന അവനോട് തള്ളിക്കളയൂ. എന്നിട്ട് ശ്രീമാൻ ജയസൂര്യൻ പറഞ്ഞ വൃത്തികേടിന് മറുപടി കൊടുക്കൂ റജി ലൂക്കോസ്. ആ മറുപടി തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിന്റെ ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനെ കുറിച്ച് ഇതുപോലെ പറയാമെങ്കിൽ അവരെന്തും പറയും. മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തി പോലും ദഹിക്കത്തില്ല. ഇനി ഇവർക്ക് എന്ത് കേരളീയ സ്നേഹം എന്നാണ് കാശ്മീർ പറയുന്നത്? അദ്ദേഹം കൺട്രോൾ വിട്ട് കാശ്മീരെ പാകിസ്ഥാനിയാക്കിയില്ലേ? ഇവര് കാശ്മീരിൽ ഇന്ത്യ വിരുദ്ധത്തിനും ജയസൂര്യൻ സ്വയം പാകിസ്ഥാൻവാദം എടുത്തണിയ. ജയസൂര്യനാണ് സ്വയം പാകിസ്ഥാനിയാണ്, ഞാൻ ജീവിക്കുന്ന പാകിസ്ഥാനിലാണെന്നും ഇവിടുത്തെ BJPയുടെ സംസ്ഥാന ഘടകം പാകിസ്ഥാനിലെ സംസ്ഥാന ഘടകമാണെന്ന് തുറന്ന് സംബന്ധിച്ച് ജയസൂര്യനാ. എന്നെ പാകിസ്ഥാനാക്കി കഴിഞ്ഞാൽ ജയസൂര്യൻ കേട്ടിട്ടേ പോകുന്നു. അതെനിക്ക് മനസ്സിലായി. അത് സ്വയം എടുത്ത് വെച്ചാൽ മതി. മലയാള അല്ല ഇത് കേട്ടോളൂ.
അല്ല ഇത് കേട്ടോ, അദ്ദേഹം പറഞ്ഞ എന്നാണെന്ന് ലോകം മുഴുവൻ കേട്ടു. ഞാനും ഇങ്ങനെ ഒരു ചർച്ചയിൽ ആദ്യം പങ്കെടുക്കുന്നത്. ഒരുപാട് ഫൈറ്റുകൾ ഡിബേറ്റേഴ്സായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പച്ചയ്ക്ക് വർഗീയതയെ ഒരു നാടിനെ ഇതുപോലെ ഇനി ഇവരുടെ പ്രധാനമന്ത്രി 2019 പൊതു തെരഞ്ഞെടുപ്പിൽ എന്താ പറഞ്ഞത്, രാഹുൽ ഗാന്ധിയുടെ വയനാട് മണ്ഡലത്തിൽ നിങ്ങൾ പോകും, അവിടെ പാകിസ്ഥാൻകാരുടെ കൊടി പിടിച്ച് വലിയ ജനക്കൂട്ടത്തെ കാണാമെന്ന് പറഞ്ഞു ഈ രാജ്യത്തെ പ്രധാനമന്ത്രി. ഞാൻ ചോദിക്കട്ടെ, പാകിസ്ഥാന്റെ കൊടി ഉയർത്തുന്നുണ്ടെങ്കിൽ, പാകിസ്ഥാനെ അനുകൂലിച്ച് ഇവിടെ ആരെങ്കിലും പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിൽ, പാകിസ്ഥാൻ വഴി ഇവിടെ പ്രകടനം നയിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഏറ്റവും വലിയ രാജ്യവിരുദ്ധരല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ കസ്റ്റഡിയിൽ എടുക്കാഞ്ഞേ? നിങ്ങൾക്ക് ദേശീയ അന്വേഷണ ഏജൻസികളില്ല, മറ്റെന്തെല്ലാം ഏജൻസികളുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? നിങ്ങളുടെ അമിത്ഷാ എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ നേരത്തെ ആവർത്തിക്കുന്നു, കർണാടകയിൽ വന്ന് പറഞ്ഞ വാക്കെന്താണ്? എന്താണ് നിങ്ങൾ പറയൂ. ഇവിടെ പച്ചയ്ക്ക് വർഗീയത പറയുന്ന BJP-ക്കാരെ കണ്ടിട്ടുണ്ട്, പക്ഷേ പച്ചയ്ക്ക് ദേശവിരുദ്ധത പറയുന്ന ഒരു BJP-ക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം കാണുന്നത്. ഫസ്റ്റ് കേരളത്തിലെ ടെലിവിഷൻ ഡിബേറ്റിന്റെ ചരിത്രത്തിൽ അദ്ദേഹം അങ്ങനെയൊന്നും പറയുന്ന ഒരാളല്ല, അദ്ദേഹത്തിന് നിയന്ത്രണം വിട്ടുപോയി. നിങ്ങൾ എന്തിനാണ് നിതീഷ് റാണയെ കുറ്റം പറയുന്നത്? നിതീഷ് റാണ ഇവര് പറഞ്ഞു കൊടുത്ത് കേരളം എന്ന് പറഞ്ഞ പാകിസ്ഥാനാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞു ഇപ്പൊ ജയസൂര്യൻ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ നിതീഷ് റാണ പാവം. നിതീഷ് റാണക്ക് ഏറ്റവും ഒടുവിൽ ഇതെല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയ്യോ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഈ റാണെ കേരളത്തെ കാണാത്ത, കേരളത്തെ പറ്റി അറിയാത്ത, കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ പറ്റി അറിയാത്ത റാണെ അയാൾ വായിത്തൊന്ന് വിളിച്ചു പറഞ്ഞു. എല്ലാവരും പറഞ്ഞു തെറ്റാന്ന് പറഞ്ഞു. പുള്ളിക്ക് തന്നെ ചമ്മലുണ്ടായി. മൊത്തത്തിൽ തിരുത്താൻ മടിയുള്ളതാണ് റാണെ പറഞ്ഞു. അങ്ങനല്ല കേട്ടോ, കേരളം നമ്മുടെ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്, പക്ഷേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒഴിവായി. ജയസൂര്യൻ പറഞ്ഞതിൽ റാണ പച്ചപ്പാവം. ഞാൻ തിരികെ എത്തുന്നുണ്ട് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജയസൂര്യൻ, താങ്കൾക്ക് സംശയമില്ലാത്തവണ്ണം പാകിസ്ഥാനാണ് താങ്കൾക്ക് ബോധ്യമുണ്ടെങ്കിൽ താങ്കളുടെ പാർട്ടിയുടെ പേര് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് മാറ്റി മിനി പാകിസ്ഥാൻ ജനതീയ എന്താണ് ജനതാ പാർട്ടി എന്നാക്കാൻ താങ്കൾ ആവശ്യപ്പെടുമോ? കേരളത്തിലെ 140 MLA-മാരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നമ്മുടെ നിയമസഭയ്ക്കകത്ത് പ്രമേയം പാസാക്കി ശരീഅത്ത് നിയമത്തെ ഈ രാജ്യത്ത് ഭരണഘടനയ്ക്കും കോടതിക്കും മുകളിലായി സ്ഥാപിക്കണം എന്ന് പ്രമേയം പാസാക്കി ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളം. ഈ സംസ്ഥാനം ശരീഅത്ത് നിയമത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കേരളം പാകിസ്ഥാനാണ്. ഞാൻ ആവർത്തിച്ചു പറയും, കേരളം പാകിസ്ഥാനാണ്. 140 MLA-മാർ ശരീഅത്ത് നിയമത്തിന് കൈപൊക്കി ഈ കേരളത്തിൽ UDF LDF വ്യത്യാസമില്ലാതെ. അപ്പോൾ ധൈര്യമായിട്ടും പറയാം കേരളം പാകിസ്ഥാനാണ്. അങ്ങനെയുള്ള പാകിസ്ഥാനിൽ തന്നെ ജീവിച്ചുകൊണ്ട് ഈ പാകിസ്ഥാനെ ശുദ്ധീകരിച്ച് ഭാരതമാക്കി മാറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ കേരളത്തിൽ വന്ന് നിങ്ങൾ വോട്ട് ചോദിക്കുമോ? തീർച്ചയായും വോട്ട് ചോദിക്കും, തീർച്ചയായിട്ടും വോട്ട് ചോദിക്കും. പാകിസ്ഥാൻ ജനതാ പാർട്ടി പേര് മാറ്റുമോ നിങ്ങൾ? കേരളം ഞാൻ ചോദ്യം അതായിരുന്നു. പാകിസ്ഥാൻ ജനതാ പാർട്ടി പേര് മാറ്റണം. ജയസൂര്യ, താങ്കൾ തന്നെ പറഞ്ഞു താങ്കൾ ഇന്ത്യക്കാരനല്ലെന്നും താങ്കൾ ജീവിക്കുന്ന പാകിസ്ഥാനാണെന്നും താങ്കൾ തന്നെ സമ്മതിക്കുമ്പോൾ താങ്കളുടെ പാർട്ടി പാകിസ്ഥാനിലെ പാർട്ടിയാണല്ലോ. താങ്കൾ അങ്ങ് പേര് മാറ്റണം, പാകിസ്ഥാൻ ജനതാ പാർട്ടി നോക്കണം. അല്ലേ താങ്കൾ പറഞ്ഞല്ലോ. അല്ല, ഇത് പാകിസ്ഥാൻ ജനതാ പാർട്ടി അല്ല, ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ പാകിസ്ഥാനായ കേരളത്തെയും ഭാരതത്തിന്റെ ഭാഗമാക്കി തീർക്കും. ഇപ്പൊ ഭാരതത്തിന്റെ ഭാഗമല്ലേ കേരളം? സുരേഷ് ഗോപി ജയിച്ചില്ലേ? അതുപോലെ പലരും ജയിക്കും. സുരേഷ് ഗോപി പാകിസ്ഥാന്റെ വോട്ട് വാങ്ങിച്ച് ജയിച്ചതാണോ? അനുവദിക്കില്ല. എന്തൊരു വെളിവുകേടാണ് ഈ പറയുന്നത്. അനുവദിക്കില്ല എന്നാണ്. അല്ല ഞാൻ ഭാരതം അപ്പൊ നിലവിൽ കേരളം ഭാരതത്തിന്റെ ഭാഗമല്ലേ? നിങ്ങളാണ് വെളിവേട് പറയുന്നത്. അല്ല ജയസൂര്യ, താങ്കൾ ഈ പറഞ്ഞാണ് താങ്കൾ നിങ്ങളെവിടെ കഷ്ടപ്പെട്ട് കേരളം ഭാരതത്തിന്റെ ഭാഗമാക്കും താങ്കൾ പറയുകയാണ്. അപ്പൊ നിലവിൽ കേരളം ഭാരതത്തിന്റെ ഭാഗമല്ലേ? ഹാഷ്മി, ചോദ്യം മാത്രം മതിയോ, മറുപടി വേണോ? അല്ല മറുപടി വേണം. ഞാൻ താങ്കൾ ഈ പറയുന്ന ഞാൻ പറഞ്ഞത് എന്നോട് ക്ഷമിക്കണം ജയസൂര്യ, താങ്കൾ മുതിർന്ന നേതാവാണ്, എന്നെക്കാൾ പ്രായത്തിലും ഒരുപാട് മൂത്തതാണ്. ഞാൻ ഇങ്ങനെ തർക്കിക്കേണ്ടി വരുന്നത് എൻ്റെ രാജ്യത്തെ താങ്കൾ നിരന്തരം അപമാനിക്കുകയാണ്. അത് എനിക്ക് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടപെടുന്നത്. ശ്രീ ജയസൂര്യ, താങ്കൾ പറയുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട് കേരളത്തെ ഭാരതത്തിന്റെ ഭാഗമാക്കും. അപ്പോൾ നിലവിൽ നിങ്ങൾ കേരളത്തെ ഇന്ത്യയുടെ ഭാഗമായി കാണുന്നില്ലേ? BJP-ക്കാർ, സംഘപരിവാരം. ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ഹാഷ്മി തടസ്സപ്പെടുത്തുവോ? മറുപടി പറഞ്ഞോട്ടെ. മറുപടി ഉണ്ട്. കേരളത്തിലെ 140 MLA-മാർ ഒന്നിച്ചു ചേർന്ന് പ്രമേയം പാസാക്കിയത് ഇവിടെ ശരീഅത്ത് നിയമം, അതായത് വഖഫ് നിയമം നടപ്പാക്കണം എന്ന് തന്നെയാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അനുകൂല നിലപാട് തന്നെയാണ്. അതുകൊണ്ട് അത് ഈ കേരളത്തിൽ അനുവദിക്കുകയില്ല. ഇവിടെ പാകിസ്ഥാൻ ഭാരതീയ ജനതാ പാർട്ടി വേണ്ട, പാകിസ്ഥാൻ ജനതാ പാർട്ടി വേണ്ട, ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിന്മേൽ ഉണ്ടായിരിക്കുന്ന ഈ മഹാശാപത്തെ കഴുകി കളയുന്നത് ശരി, ഇവിടെ കേരളത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് പോരെ സാർ?
എന്താണ് താങ്കൾ തന്നെ പറയുന്നത് പാകിസ്ഥാനാണ് താങ്കൾ പറയുന്നത്. മറുപടിയുണ്ട് എന്ത് മറുപടി? മറുപടിയുണ്ട് ഒരു മറുപടിയാണ്. മറുപടിയുണ്ട് ഹാഷ്മി. വെറുതെ ഹാഷ്മി ചോദ്യം ചോദിച്ച് താങ്കൾ തന്നെയല്ല മറുപടി പറയേണ്ടത്. എന്നിട്ട് പിന്നെ എന്തിനാ എന്നെ വിളിച്ചിരുത്തിയിരിക്കുന്നത്? മറുപടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്ത് മറുപടി? മറുപടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് 140 MLA-മാര് ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവിടെ ശരീഅത്ത് നിയമം നടപ്പാക്കാൻ വേണ്ടി കൈവെക്കുകയും മുനമ്പത്തെ ആൾക്കാരെ കാണാതിരിക്കുകയും മുനമ്പത്തിനെ അവഗണിക്കുകയും ചെയ്തുകൊണ്ട് പാകിസ്ഥാനാക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ റാണെ പറയുന്നത് പാകിസ്ഥാനെ മിനി ഭാരതമാക്കി തീർക്കും. അപ്പൊ ശരി, അപ്പൊ ജയസൂര്യ ഈ റാണെ പറയുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളെ മൊത്തം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൺവേർട്ട് ചെയ്തുണ്ടോ? അല്ല, അങ്ങനെ ഉണ്ടോ? അല്ല ജയസൂര്യൻ, ഇവിടെ റാണെ പറയുന്നത് കേരളത്തിലെ 12,000 ഹൈന്ദവരെ ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ തടഞ്ഞൊരാൾ ഉണ്ടെന്ന് പറഞ്ഞാണ്. അപ്പോൾ കേരളത്തിലെ ഹൈന്ദവരെ ക്രിസ്തു മതത്തിലേക്ക് വല്ലാതെ കൺവേർട്ട് ചെയ്യുന്നുണ്ടോ റാണെ പറയുന്നത് പോലെ? കേരളത്തിലെ മതം മാറ്റത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയേണ്ടത് ഇവിടുത്തെ സർക്കാരാണ്. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് സർക്കാരിന് പറയുകയും ചെയ്യാം. എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഇക്കാര്യം അന്വേഷിക്കാം, ചെയ്യാം. റാണെ പറയുന്നു കേരളത്തിലെ ഹൈന്ദവരെ ക്രൈസ്തവരും മുസ്ലിങ്ങളും മൊത്തത്തിൽ മതം മാറ്റുമെന്ന് പറയുന്നത്. അത് താങ്കൾ യോജിക്കുന്നുണ്ടോ? ക്രൈസ്തവരും അത്തരത്തിൽ വല്ലാതെ മതം മാറ്റുകയാണോ? താങ്കൾ മുനമ്പം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അല്ല, മുനമ്പം പറഞ്ഞാലും ഇല്ലെങ്കിലും കേരളത്തിലെ ക്രൈസ്തവര് ഹിന്ദുക്കളെ മതം മാറ്റിയിട്ടുണ്ട്, കേരളത്തിലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ മതം മാറ്റിയിട്ടുണ്ട്. അത് റാണെ പറഞ്ഞാൽ എങ്ങനെയാ തെറ്റാവുന്നത്? ഇത് സത്യമല്ലേ? ഇത് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സത്യമല്ലേ? അത് ഹാഷ്മി ചോദിച്ചതിന്റെ കേരളത്തിലെ മതപരിവർത്തനത്തിന്റെ സർക്കാർ ഹിന്ദു മതത്തിൽ ഇസ്ലാം മതത്തിലേക്കും ഇസ്ലാം മതത്തിൽ ഹിന്ദു മതത്തിലേക്കും ക്രൈസ്തവ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏതാണ് തുല്യമായ കണക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഇക്കൂട്ടർ പാകിസ്ഥാനോട് വിസ അടിച്ചു തരുമോ പതിവ്? അല്ല നവാസ്, സാധാരണ ഇക്കൂട്ടർ പാകിസ്ഥാനോട് വിസ അടിച്ചു തരുമോ പതിവ്? ഇത് സ്വന്തമായിട്ട് പറയുക ഞങ്ങൾ ജീവിക്കുന്നത് പാകിസ്ഥാനാണെന്ന് പറയുക. എന്താ നീ ഹാഷ്മി, ഞാൻ പറഞ്ഞോട്ടെ? അങ്ങനെയൊന്നും അത് ഹാഷ്മി, ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ നേരിട്ട് കേട്ട സാധനമാണ്. ഏറ്റവും ഒടുവിൽ താങ്കൾ തിരുത്താനുള്ള മര്യാദ കാണിക്കുന്ന പ്രതീക്ഷ. തുഞ്ചന്റെ പ്രതിമ സ്ഥാപിക്കാൻ സാധ്യമായിട്ടില്ല, അത് മലപ്പുറത്തായതുകൊണ്ടാണ് കേരളത്തിൽ പാകിസ്ഥാനാണ്, മലപ്പുറം പാകിസ്ഥാനാണ് എന്നാണ്. ഞാൻ അദ്ദേഹത്തെ തിരുത്തുന്നു. ആ തുഞ്ചന്റെ പ്രതിമ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ് എന്ന് പരിശോധിക്കണം. ഞാനത് പരിശോധിച്ചു. നമുക്ക് മുമ്പിൽ തുഞ്ചന്റെ കൃത്യമായ ഒരു ചിത്രമില്ല. അവിടെ ഉണ്ടായ ഒരു അദ്ദേഹത്തിന്റെ ഒരു രൂപമുണ്ട്, അത് മലയാളം സർവകലാശാലയിലുണ്ട്. തുഞ്ചന്റെ പേരിൽ ഞങ്ങൾ ഒന്നാന്തരം ഒരു സർവകലാശാല ഈ തിരൂരിൽ ഞങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാപിച്ചതാ. അതിന് തൊട്ടടുത്ത് തുഞ്ചന്റെ പേരിൽ ഞങ്ങൾ TMG കോളേജ് ഉണ്ടാക്കി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയതാ. അത് മാത്രമല്ല, എന്താ ഈ തർക്കം എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച ഒരു ചിത്രം, തുഞ്ചത്തെ എഴുത്തച്ഛന്റെ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ അത് സ്ഥാപിക്കേണ്ട എന്ന് തീരുമാനം എടുത്തു. അതിന്റെ പേരിലാണ് ഇയാൾ പറയുന്നത് കേരളം പാകിസ്ഥാനാ, മലപ്പുറം പാകിസ്ഥാനാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കയ്യിലെടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പച്ചക്കള്ളം വിളിച്ചു പറയുന്ന ഈ മനുഷ്യരെ എങ്ങനെയാണ് നമ്മൾ തിരുത്തേണ്ടത്? അയാൾക്ക് അറിയാനില്ലല്ലോ. എന്റെ സമയം കഴിയാണ്. എന്തായാലും ദൗർഭാഗ്യമായി പോയി ശ്രീ ജയസൂര്യ നിലപാട് ഉറച്ചത് ഞാൻ തിരുത്തുമെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ ബഹുമാനിക്കുന്ന നേതാവാണ് ജയസൂര്യൻ. പക്ഷേ അദ്ദേഹം ഈ ചർച്ചയിൽ പറഞ്ഞത് കേരളം പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമല്ല. നമ്മൾ ഇന്ത്യയിൽപ്പെട്ടവരല്ലേ. അപ്പോൾ ഇന്ത്യയിൽപ്പെട്ട ഒരു സംസ്ഥാനം പാകിസ്ഥാനാണെന്ന് BJPയുടെ സംസ്ഥാന നേതാവ് ആവർത്തിച്ച് പറയുകയാണ്. അതിലെൻ്റെ കടുത്ത പ്രതിഷേധം ഞാൻ അറിയിക്കുന്നു ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു.